ഇത് റിക്വസ്റ്റാണ്, ഒന്നുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കൂടെ നിൽക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ വേറെ ആരും ഇല്ലാതെ ഞാനാണ്. കന്നി ചിത്രം തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതിലൊരു കൈയ്യടി കൊടുക്കേണ്ടത് ഇതിന്. എന്താണ് നിമിഷത്തിൽ പറയാനുള്ളത്? ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം. ഒരു സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിപ്പോ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ മലബാർ തിയേറ്റർ വിസിറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൗണ്ടൊന്നും ഇല്ലായിരുന്നു. കാരണം ആളുകൾ അത്രയും സന്തോഷമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ദിലീപേട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, അത്രയധികം സന്തോഷമാണ് ജനങ്ങളിലുള്ളത്. അപ്പൊ ഈ നിമിഷം ഇവിടെ പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞാനും ഷാരിസും കൂടിയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. നിശ്ചിൻ ബോയ് എന്ന പ്രൊഡ്യൂസർ ഞങ്ങളുടെ കൂടെ വന്നതോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് ധൈര്യം തന്ന ആളാണ് ഡിസ്റ്റിൻ സ്റ്റീഫൻ എന്ന പ്രൊഡ്യൂസർ. ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ഞങ്ങൾക്ക് ഡേറ്റ് തന്നെടുത്താണ് ഈ സിനിമയുടെ വിജയം. ഈ നിൽക്കുന്ന സന്തോഷം, ഞങ്ങളുടെ എല്ലാവരുടെ സന്തോഷം, ജനപ്രിയൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ദിലീപേടൻ തന്ന ഡേറ്റിൽ ദിലീപേടൻ നമ്മളോട് നിന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന പേര് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. നമ്മൾ പോകുന്ന തിയേറ്ററുകളും എല്ലാം റെസ്പോണ്ട് അത് തന്നെയാണ്. എല്ലാവരും ഫാമിലിയോട് വന്ന് സിനിമ കണ്ട് ചിരിക്കുകയും കൈയടിക്കുകയും കഥാപാത്രത്തോടൊപ്പം പോവുകയും ചെയ്യുന്നത് നേരിട്ട് കാണുമ്പോൾ വളരെയധികം സന്തോഷം. താങ്ക് യു, കൺഗ്രാചുലേഷൻസ് സർ. അപ്പൊ ഇനിയും ഒരുപാട് ഈ ചിത്രം പോലെ തന്നെ ഇനി ഒരുപാട് മികച്ച ചിത്രങ്ങൾ താങ്കൾക്ക് ഒരുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. നമസ്കാരം. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങള് നന്ദി പറയാനാണ് ഞങ്ങൾ ഇവിടെ ഡീപ്ലി ഹംബിൾഡ്, സിൻസിയർലി ഹംബിൾഡ് ബൈ ദ റിസൾട്ട്. ഞങ്ങൾ വളരെ ചെറുതാവുന്ന ഒരു വേദിയാണിത്. വളരെ ചെറുതാവുന്ന സിനിമ എന്നൊരു മാജിക്കിന് മുന്നിൽ ഒരു വെള്ളിയാഴ്ച ഈ ടീം വളരെ ഹംബിൾഡ് ആവുന്ന ഒരു നിമിഷമാണത്. ഒരുപാട് സന്തോഷം. അധികമൊന്നും പറയാനില്ല. ഞങ്ങളിതിൻ്റെ ലോഞ്ചിന് പറഞ്ഞിരുന്നു മെയ് 9 സിനിമ സംസാരിക്കുമെന്ന്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രേക്ഷകർ തരുന്നൊരു അതിവൈകാരികത നമുക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തട്ടുന്നു. അധികമൊന്നും പറയാനില്ല. 2011 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന യുവരാജും ഹർഭജനും ഒക്കെ പറഞ്ഞു ഈ വിജയം സച്ചിന് വേണ്ടിയിട്ടാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഈ സക്സസ് വേദിയിൽ നിന്നും ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ പറയുന്നു ഈ വിജയം ദിലീപേട്ടന് വേണ്ടിയിട്ടാണ്. എൻ്റെ തലമുറയുടെ ബാല്യവും കൗമാരവും യൗവനവും മനോഹരമാക്കിയ ഒരു നടന്, ഒരു അതുല്യ നടന്, ആ തലമുറയിൽപ്പെട്ട ഏറ്റവും എളിയവനായ ഒരു ആരാധകൻ ദിലീപേട്ടനെ കാൽക്കൽ വെക്കുന്നതാണ് ഈ സിനിമ. എനിക്ക് സ്ക്രീനിൽ മാത്രമേ എനിക്ക് എഴുതാൻ അറിയുള്ളൂ. ഇത് പറയുന്ന ഒന്നും സെൻസേർഡ് അല്ല, എവിടെന്നോ വരുന്നതാണ്. ഇതിന്റെ പൂജയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. ദിസ് ഇസ് മൈ ഫാൻ മൂവി. താങ്ക് യു ഓൾ. താങ്ക് യു. 2 പേരുകൾ, മഞ്ജു ചേച്ചി, ജോൺ ചേട്ടൻ, സിദ്ദീഖ, എല്ലാവരും ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ബിന്ദു ചേച്ചി. പിന്നെ വളരെ സന്തോഷത്തോടെ ലിസ്റ്റിൻ ചേട്ടൻ മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്ന 3 പേരുണ്ട്. ബിൻഡോ സ്റ്റീഫൻ, നായിക സനൽ ദേവ്, മ്യൂസിക് ഡയറക്ടർ. സോ വലിയൊരു താങ്ക്സ് ലിസ്റ്റിനേട്ടാണ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. വളരെയധികം സന്തോഷം. കൈ പോക്കറ്റ് ഇട്ടില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പണി കിട്ടി. അതായത് ആങ്കർ പറഞ്ഞ പോലെ മാജിക് ഫ്രണ്ട്സിന്റെ 30ാമത്തെ സിനിമ. ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിന്റെ മാത്രമല്ല, ആ ടീമിന്റെ മൊത്തം സന്തോഷമാണ്. ഒരു പുതിയ ഡയറക്ടർ, അതോടൊപ്പം ഒരു പുതിയ
സംഗീത സംവിധായകൻ, ആക്ട്രസ്, ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോട്ടെ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറിന് ഒരു വലിയ വിജയം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, നെക്സ്റ്റ് നമുക്ക് ആ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു ഈസി ആക്സസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ദിലീപേട്ടനെ വെച്ചിട്ട് ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ആ ബാനറിന് അല്ലെങ്കിൽ ആ നിർമ്മാതാവിന്, അതിന്റെ ഡയറക്ടർക്ക്, റൈറ്റർക്കൊക്കെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങള് കടന്നിങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില റിവ്യൂസും പരിപാടികളെല്ലാം പടത്തിന് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്നു. അതിനെയെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ തരുന്ന ഒരു സന്തോഷവും, ഞങ്ങൾ ഈ തിയേറ്ററുകളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഹൗസ്ഫുൾ എല്ലാവരും ചിരിക്കുവാണ്. പുറത്ത് വരുന്ന ഒരു റിവ്യൂസ് അല്ലെങ്കിൽ ചിലർ പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്നു. ഞാൻ എത്രയോ സിനിമകൾ ചെയ്തേക്കുന്നു, എത്രയോ ഹിറ്റുകൾ കണ്ടേക്കുന്നു, എത്രയോ ഫ്ലോപ്പുകൾ കണ്ടേക്കുന്നു. അപ്പം ഫ്ലോപ്പും ഹിറ്റും എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ജീവിതത്തിൽ അല്ലെ ഒരു സിനിമയെ സംബന്ധിച്ച് അത് അതിന്റെ ഘടകമാണ്, അത് അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകളും അഭിനയിക്കുന്നു. ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഹിറ്റും ഫ്ലോപ്പും എന്ന് പറയുന്ന കാര്യത്തില്. ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പൊ എല്ലാ തരം സിനിമകളും ജനങ്ങൾ ഇപ്പൊ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഏത് സിനിമയാണെങ്കിലും 100 കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ 100 കോടി ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, അതായത് ഒരു വോട്ടിന് ജയിച്ചാലും 10 വോട്ടിന് ജയിച്ചു കഴിഞ്ഞാലും ജയം ജയം തന്നെയാണ്. അത് എലക്ഷന്റെ കേസിലായിക്കോട്ടെ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു നല്ല സിനിമ എടുത്തു, നന്നായിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടും, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ആ സിനിമ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം. അത് അതിന്റെ നിർമ്മാതാവായിക്കോട്ടെ. ഇതൊരു ഫാമിലി സിനിമയാണെങ്കിൽ ഇത് ഫാമിലി ഓഡിയൻസിനെ വന്നിട്ട് ടാർഗറ്റ് ചെയ്യിക്കുക. ഇത് നമ്മളൊരു യൂത്ത് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എത്രയോ യൂത്ത് സിനിമകൾ ഇറങ്ങുന്നു, അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തായിരിക്കും ആ സിനിമ ഇറക്കുന്നത്. അപ്പം ഈ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഇതൊരു കുടുംബ സിനിമയാണ്. കുടുംബത്തിലുള്ള ഒരു 3 അംഗ പിള്ളേരുള്ള ഒരു ഫാമിലിയുള്ള ഒരു അപ്പനമ്മ, അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള അവരുടെ കഥ പറയുന്ന സിനിമയാണ്. അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കുകയും ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഭാരവും ഒക്കെ ഉള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അല്ലാത്തവരെ സംബന്ധിച്ച്, ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കും അറിയത്തില്ല. ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവന്റ് കണ്ടു. അതായത് നെഗറ്റീവ് ആയിട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം? അപ്പം അവൻ തന്നെ പറഞ്ഞു, എന്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാണ്, എന്റെ പൊന്നുഭായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോ എന്താണ് പ്രശ്നം? അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം കണ്ടു. ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാതിരാത്രിക്ക് ചെല്ലാറുള്ളൂ, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന, സൊസൈറ്റിക്കുള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനിത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, കണക്ട് ആവാതെ ഇരിക്കും എന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ അശ്വന്തുക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു. കാരണം പുള്ളിക്ക് പറയുമ്പോ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് പറഞ്ഞു വന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെ, ഞങ്ങളുടെ തന്നെ സിനിമയില് ദിലീപേട്ടന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ്, അത് പൊതു സമൂഹത്തിന്റെ അല്ല. അപ്പം ആ രീതിയിൽ നമുക്ക് പറയുന്ന ഏത് കമന്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ എടുത്തു വെക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മുഴുവൻ പേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ
എല്ലാ വ്യക്തികളെയും എൻ്റെ കൂടെയുള്ള എല്ലാവരെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് പേർക്ക് കുറച്ച് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ സമൂഹമായതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ പോകാനായിട്ട് ഇവൻ പറ്റുള്ളൂ. ഈ സിനിമ തിയേറ്ററുകാരുടെ തുറന്നു പറച്ചില് ഞങ്ങൾക്ക് ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞാൽ പുള്ളി എങ്ങോട്ട് ഓടിപ്പോയത് കൊണ്ടിട്ടല്ല, ഒരിപ്പം മമ്മൂക്കയ്ക്ക് ന്യൂഡൽഹി കിട്ടിയതുപോലെ, രജനീകാന്തിന് ജയിലർ കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഏത് സിനിമയും ഓരോരുത്തർക്കും ഓരോ സിനിമകളുണ്ട്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ഫ്ലോപ്പ് ഇവൻ കൊടുക്കുന്ന ഒരു 4-5 സിനിമകൾ അടുപ്പിച്ച് ഫ്ലോപ്പ് കൊടുക്കുന്ന ഹീറോസ് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇടയിലേക്ക് ഞങ്ങളുടെ എല്ലാം ഒരു വലിയ പ്രയത്നം ഈ സിനിമയുടെ പിന്നിലുണ്ട്. അപ്പോ സിനിമ വിജയിക്കുക, ആളുകൾ അത് എന്റർടൈൻ ചെയ്യുക, ചിരിക്കുക എന്നൊക്കെ പറയുന്നത്, ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടഫുള്ള ഒരു കാര്യമാണ്. ഏതായാലും ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു പുതിയ നായിക അതിന്റെ ബെസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സോങ്സ് ആയിക്കോട്ടെ, റീ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. പിന്നെ ഞങ്ങൾ ഈ സിനിമ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോൾ കുറെ അധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എടുക്കേണ്ടാത്ത കഷ്ടപ്പാട് ഈ സിനിമയ്ക്ക് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഈ സിനിമ ഞങ്ങൾക്ക് അത്രയും മനോഹരമായിട്ടാണ് ഇതിന്റെ റിസൾട്ട് തരുന്നത്. ഞാൻ എല്ലാവരോടും ഈ സിനിമയെ സ്നേഹിച്ച, ഈ സിനിമയെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട, കമന്റ് ഇട്ട, ഇൻസ്റ്റഗ്രാമിൽ ഇട്ട എല്ലാവരോടും എന്റെ പേരിലും ഞങ്ങളുടെ ടീമിന്റെ പേരിലുള്ള നന്ദി ഇപ്പം പറയുന്നു. അതുപോലെ തന്നെ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പൈസയൊക്കെ കടമൊക്കെ എടുത്തിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് അവർക്കത് തിരിച്ചു കിട്ടുന്നതിനുള്ള സന്തോഷമുണ്ട്. സോ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ചേച്ചി കഥാപാത്രത്തെ കുറിച്ച്, സിനിമയെ കുറിച്ച്. എല്ലാവർക്കും നമസ്കാരം. മീഡിയ സുഹൃത്തുക്കൾക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു നന്ദി അല്ലെങ്കിൽ സന്തോഷം പറയുന്നു. ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ താങ്ക് യു. ബിജു, ഷാരിസ്, ലിസ്റ്റിൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ദിലീപേട്ടനുമായിട്ട് ഞാൻ ജീവിതത്തിൽ അവസാനം ചെയ്ത സിനിമ മിസ്റ്റർ ബട്ട്ലറാണ്. ഞാൻ ഇന്ന് കുറച്ച് മുമ്പാണ് അതിലൊരു 100 സിനിമകൾ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യാൻ, അടുത്ത പടം ചെയ്യാൻ. ദിലീപേട്ടൻ്റെ 50ാമത്തെ സിനിമയായിരുന്നു മിസ്റ്റർ ബട്ട്ലർ. ഇത് 150ാമത്തെ സിനിമയാണ്. അതിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോയി. ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ഡയറക്ഷനൊക്കെ പഠിച്ച് നിൽക്കുന്ന ആ സമയം മുതൽ എനിക്ക് ദിലീപേട്ടനുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. മഴയത്ത് മുമ്പേ കമൽ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ദിലീപേട്ടൻ. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ സിനിമ നടനായിട്ട് മാനത്തെ കൊട്ടാരത്തിലേക്ക് കടന്നു. അതിൻ്റെ റിലീസിൻ്റെ തലേദിവസം കമൽ സാറിനോട് പറയാമെന്ന് അന്ന് എൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിരുന്നു ദിലീപേട്ടൻ അന്ന്. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഡയറക്ഷൻ ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ദിലീപേട്ടൻ ക്യാമറയുടെ സൈഡിൽ ലുക്ക് തന്നത്. നമ്മളെല്ലാവരും ലുക്ക് തരുമല്ലോ സൈഡിൽ, അങ്ങനെ തന്നത്. അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ജോൺ ചേട്ടാ പാവം പോലെ ഇരിക്കുക, ഇവിടെ കയറി എന്തോ വലിയ പോകും പൊട്ടിക്കാനുള്ള സിദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. ആൻഡ് പുതിയ 2 നായികമാരെ നമ്മുടെ സിനിമാ ലോകത്തിന് കിട്ടിയിരിക്കുന്നു. ഒട്ടും മോശമല്ല, 2 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ റാണി 1-2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല അത് ഇത്രയും നല്ല പെർഫോമറാണ്. സിനിമയിൽ വന്നപ്പോൾ എന്താ മാറ്റം എന്നറിയോ, സൂപ്പറായിരുന്നു, നന്നായിരുന്നു. അതുപോലെ തന്നെ രാഗേന്ദ്ര കിരണങ്ങളോട് ഭീഷണിയില്ല, നന്നായിരുന്നു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അതാണ്. ഓക്കെ, ജോസൂട്ടി, എല്ലാവരും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും, പ്രൊഡക്ഷനിലുണ്ടായിരുന്ന നമുക്ക് ചായ തന്ന ചായ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ക്രൂ, മൊത്തം ക്രൂ, എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു. ഞാൻ പെട്ടെന്ന് ചാടിക്കയറി ഇവിടെ ഈ മൈക്ക് വാങ്ങിയത് ഞാനൊരു ഷൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത്. സോ അവരെല്ലാവരും എനിക്കവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ദിലീപേട്ടൻ ഞാൻ അതിക്രമിച്ച് കയറിയത്.
എല്ലായിടത്തും സോറി പറഞ്ഞുകൊണ്ടും സന്തോഷം പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. മിസ് യു. താങ്ക് യു. കിടക്കുകയാണ്. നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് ദിലീപ് ചിത്രങ്ങൾ. ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റാർക്കും ചെയ്യാനാവാത്ത കഥാപാത്രങ്ങൾ. ഇത് മായാമോഹിനി ആയിക്കോട്ടെ, ചാന്ദ് ബോയ്ക്കുട്ട് ആയിക്കോട്ടെ, കുഞ്ഞിക്കുരൻ ആയിക്കോട്ടെ, നമ്മൾ എന്നും അത്ഭുതപ്പെടുത്തുകയും രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത, നമുക്ക് പ്രത്യേകിച്ച് മുഖവരുടെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ താരം, ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ 150ാമത്തെ ചിത്രമാണിത്. നമുക്കറിയാം 100ാമത്തെ അദ്ദേഹത്തിന്റെ ചിത്രം കാര്യസ്ഥനായിരുന്നു, മറ്റൊരു മികച്ച കുടുംബ ചിത്രം. താൻ 150ാമത്തെ സിനിമ ചെയ്യുമ്പോൾ അതും ഒരു നല്ലൊരു കുടുംബ ചിത്രമാവണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏറ്റവും നല്ല കൈയടിയോടുകൂടി ഞാനൊരു ആലുവാക്കാരി നിലയിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ ആലുവാക്കാരുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും കൂടിയായ ജനപ്രിയ നായകൻ ദിലീപിനെ നല്ലൊരു കൈയടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ഷണിക്കാം. നല്ലൊരു കഴിവ് കൊടുക്കാം. ദിലീപേട്ട ആയി തന്നെ. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷത്തോടുകൂടിയാണ് വേദിയിൽ നിൽക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു. വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട 2 സുഹൃത്തുക്കൾ, ഇപ്പം അവരെനിക്ക് സുഹൃത്തുക്കളാണ്, അന്ന് എനിക്ക് അവരെ അറിയില്ലായിരുന്നു. അവരെൻ്റെ അടുത്തൊന്ന് കഥ പറയുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫനോട് നിങ്ങളോട് സംസാരിച്ചു. ഷാരിസിൻ്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ, നല്ല സിനിമയാണ്. ഇവരൊന്ന് കഥ പറയണു, ഒരു കഥ കേൾക്കുമെന്ന് ലിസ്റ്റും വിളിച്ച് പറയുന്നു. കഥ പറയാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകൻ്റെ കഥയാണിത്. അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളാവുന്നുണ്ട്. ഈ പുള്ളിയുടെ ഒരു കഥയാണ്, ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞായിരുന്നു പറയുന്നിട്ട് എൻ്റെ കഥയാണ്. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോ അതുപോലെ ഷാരിസ് ഇവിടെ നിന്ന് സംസാരിച്ചത്. ഷാരിസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് നല്ല നനയിപ്പിച്ച ആളാണ്. ഷാരിസിന്റെ വാക്കുകൾ ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നതെന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഷാരിസിനോട് പറയുന്നൊന്നുമില്ല, ലവ് യു ബ്രദർ, അതേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ട്, അവരുടെ വാക്കുകളിൽ നിന്നാണ് ചിലപ്പോൾ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല. ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി. എനിക്ക് തോന്നിയിട്ടുണ്ട്, സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചത്? കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ്. ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല. ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത്, ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയ ഒരു സിനിമയാണത്. അതുപോലെ തന്നെ ഈ 150ാമത്തെ സിനിമ ഇവിടെ പറയണ്ടേ, എൻ്റെ 100ാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു. ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ദിഖാണ്. എൻ്റെ 150ാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ദിഖ് തന്നെയായിട്ട്
എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം വക്കീലിലെ എൻ്റെ അച്ഛൻ. അപ്പൊ ഞാനിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞാൽ വിളിക്കണത്. അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയില്ലേ. അതുപോലെ ലിസ്റ്റിന്റെ കൂടെ ഞങ്ങൾ അവരുടെയൊക്കെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. ലിസ്റ്റിന്റെ കൂടെ പണം ചെയ്തിട്ടൊന്നുമില്ല. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെയും വെച്ച് നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രെയിംസ്. അപ്പോൾ ലിസ്റ്റിന് അങ്ങനെ ഒരു കഥ, ലിസ്റ്റിന്റെ ഒറ്റ ആഗ്രഹമാണ്, ചേട്ടാ ഈ പടം അടിക്കണം, ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന. കാരണം ഞാനൊരു നിർമ്മാതാവാണ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസ് ഒക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഷൈനീസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ, ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ്. കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത്. അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ. കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ് മീറ്റും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേടിയിൽ നിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന്റെ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമുക്ക് പറയാനുള്ള, ഇപ്പൊ നിങ്ങളെല്ലാവരെയും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ, നിങ്ങളോടും നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ട് നിൽക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത്. നേരിട്ട് സംസാരിക്കാൻ, ലോകത്തിനോട് സംസാരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ. അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറമാനാണ് രണദേവ. അദ്ദേഹം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഗംഭീര വർക്കുകളൊന്നാണ്. അതുപോലെ ഇതിന്റെ സംഗീത സംവിധായകൻ സനൽ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. ഇതില് എൻ്റെ കൂടെ അഭിനയിച്ച നായിക, ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഈ പടത്തിന്റെ ഹീറോ. ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ അവര് പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ്. റാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് കലാമണ്ഡലത്തിലെ പ്രോഡക്റ്റാണ് അവർ. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് വിദ്യാഭ്യസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കലാകാരി. അവരുടെ മനസ്സിൽ മുഴുവൻ സിനിമകളായിരുന്നു. ഒരു ദിവസം അത് വർക്കൗട്ട് ആവുമെന്ന് പറയില്ല. നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ സിനിമ നമ്മളെ തേടി നമ്മളിലേക്ക് വരും. അങ്ങനെ കൊണ്ടുതന്ന ഒരു വലിയ കലാകാരി. എൻ്റെ കൂടെ ഒരുപാട് നായികന്മാർ മലയാള സിനിമയിൽ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുള്ള നായികമാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാല സിനിമകളിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ കലാകാരിയാണ് റാണിയ റാണ. അതുപോലെ തന്നെ മീനാക്ഷി മാധവി അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. എൻ്റെ രണ്ട് നായകന്മാരാണ്. ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഏരിയ തന്നെ അന്ന എന്ന് പറയുന്ന കഥാപാത്രമാണ് മുന്നോട്ട് കൊണ്ടിട്ടുള്ളത്. ഞാൻ അതിനു മുമ്പ് മീനാക്ഷിയുടെ സിനിമ കണ്ടിട്ടുള്ളത് മധുര മനോഹരം. ആ സിനിമയിലാണ് അത് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാനും അഭിനയം പഠിച്ചു. നിങ്ങൾ അല്ലെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ട് എല്ലാവരിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെസ്സി മമ്മീനെ നിങ്ങളാരും മറക്കൂല, അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ആള് ഇപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ എൻ്റെ
അനിയന്മാർ രണ്ടുപേരുണ്ട്, ഒന്ന് ധ്യാനം, ഒന്ന് ജോസൂട്ടി. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരാണ് വീട്ടിൽ വെച്ച് കണ്ടു. പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വളരെ തിരക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മൊത്താണ് നമ്മുടെ. കാരണം ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂവിലും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഇന്ന് മുതൽ ഇന്ന് മുതൽ നമുക്ക് ഇവനുണ്ട്. കാരണം പ്രിൻസ് ഓഫ് ഇന്റർവ്യൂസ് ആണ് അല്ലേ? ഇരിക്കില്ലേ? എല്ലാവർക്കും പ്രിൻസിന്റെ ധ്യാനിന്റെ ഇന്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്കൊരു അപേക്ഷ ഉള്ളത്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇത് റിക്വസ്റ്റാണ്, ഒന്നുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൂടെ നിൽക്കും. വലിയ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു. ജോണിയെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ 90s 2000-ലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയ്യിലെടുത്തൊരു സിനിമയുടെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ജോണി ആന്റണി. ഇതില് ഞാനും ജോണിയൊക്കെയുള്ള കോമ്പോ ഭയങ്കര രസമായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു. വലിയ സന്തോഷം. അതുപോലെ ഇതിൽ വരാത്ത ഒരാളുണ്ട്, ബിന്ദു പണിക്കർ, ഇവിടെ എത്തിയിട്ടില്ല. ബിന്ദു ആണെങ്കിലും സിദ്ധിക്കാനുള്ള ഞങ്ങളുടെ കോമ്പോ അത് ഒരുപാട് തവണയായിട്ടും എല്ലാവർക്കും ബോറടിക്കാതെ അത് ഇഷ്ടപ്പെടുകയും രണ്ട് കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതിൽ വലിയ സന്തോഷം. താങ്ക് യു. Thank you very much, Dilbert. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരു സിനിമ വിജയിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ആ സിനിമയിൽ പ്രവർത്തിച്ച ഞങ്ങളെല്ലാവരും. ആ സന്തോഷത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു സിനിമ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. മുമ്പൊക്കെ ഞാനൊക്കെ സിനിമയിൽ വന്ന കാലത്ത്, അത് 40 വർഷം മുമ്പുള്ള കാര്യമാണ്, ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വളരെ കുറവാണ്. അത് അന്ന് തിയേറ്ററുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സിനിമ വലിയ ഹിറ്റാകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ 100 ദിവസം ആഘോഷിക്കുന്നതൊക്കെ അന്നൊരു ചടങ്ങുകളായിട്ട് നടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഒരു സിനിമ വിജയിച്ചാൽ തന്നെ, അത് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാൽ തന്നെ, എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ട് ആ സിനിമയെ ഡിഗ്രേഡ് ചെയ്യുക, സിനിമ കൊള്ളില്ല എന്ന് പറയാം, ആ സിനിമ കാണരുതെന്ന് പറയാം. ഇതൊന്നും മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയല്ല. ഒരു സിനിമ വിജയിച്ചാൽ പോലും, ജനങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ പോലും, ഒരുപാട് പേര് അതിനെ, ആ സിനിമയെ പരാജയപ്പെടുത്താൻ, അതല്ലെങ്കിൽ ആ സിനിമ ഒരു പരാജയമായിരുന്നു, അതിൻ്റെ തിയേറ്റർ കളക്ഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയെ മോശമാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർത്ത പ്രേക്ഷകരോട് ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. ഈ സിനിമയെ മോശം പറയുന്ന റിവ്യൂവേഴ്സിനെ വരെ ചീത്ത പറയുന്ന ഒരു ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് സിനിമ മോശമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അതിനെതിരെ ബ്ലോഗ് ചെയ്തിട്ടൊക്കെ ആ സിനിമ നല്ലതാണെന്നും ആ സിനിമയെ കുറ്റം പറയുന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത്രയും നല്ല രീതിയിൽ എത്താൻ സാധിച്ചതുകൊണ്ടാണ് അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഒരു സ്വീകരണം ഈ സിനിമയ്ക്കുണ്ടായത്. ഈ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ ഒരു വിജയം, ഞാൻ ഇതിനു മുമ്പും അഭിനയിച്ച ഒരുപാട് സിനിമകൾ വൻ വിജയങ്ങളായി തീർന്നിട്ടുണ്ട്. അത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെയല്ല, ഈ സിനിമ കൊണ്ട് സിനിമാ ജീവിതം തുടങ്ങിയ കുറേ കലാകാരന്മാർ ഈ സിനിമയിലുണ്ട്. ആദ്യമായി സിനിമ സംവിധാനം ചെയ്ത, ആദ്യമായി സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച അവരൊക്കെ അവരുടെ ഒരു ജീവിതം, സിനിമാ ജീവിതം ഇതിൽ ആരംഭിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ ഞാനൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ 10 മടങ്ങാണ് അവർ ഈ സിനിമയുടെ വിജയം, അതിൽ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ. അവർക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. ഈ സിനിമ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സിനിമാ പ്രവർത്തകർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു.
പിന്നെ ഈ സിനിമയുടെ ചെറിയൊരു വിഷമം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയിൽ ഞാനും ദിലീപൊക്കെ കൂടെ ഞങ്ങൾ ആസ്വദിച്ച് ചെയ്ത ഒരുപാട് തമാശ രംഗങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിച്ച തമാശ രംഗങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അത് സിനിമയുടെ ലെങ്ത് കൂടിയൊക്കെ കുറഞ്ഞു പോയതിൽ അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇനി അടുത്ത സിനിമയിൽ കൊണ്ടുവരാം. ഇനിയിപ്പോൾ അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പൊട്ടിച്ചിരിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. നല്ല നല്ല സന്ദർഭങ്ങൾ പലതും സിനിമയുടെ ലെങ്ത് കൂടി പോയതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു വിഷമമായിട്ട് നിൽക്കുന്നത്. എങ്കിലും കുഴപ്പമില്ല, അത് വേറെ സിനിമയിൽ അത്തരം തമാശ രംഗങ്ങൾ ഇനിയും കൊണ്ടുവരാം. ഈ സിനിമ വിജയമാക്കി തീർത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം പറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സിദ്ദിഖ. ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ നിറഞ്ഞ കൈഡിയോട് കൂടി ജോണി ആന്റണി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ഷമിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ഞാൻ ഡയറക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് നടന്മാർ, നമ്മുടെ അശ്ലി അശോകൻ ചേട്ടൻ, സലീം കുമാർ, അനീംക, ഒടിയൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, നരേന്ദ്രപ്രസാദ് സാറ്, പിന്നെ ഫറീസ് ചേട്ടൻ, ശ്രദ്ധിക്കാൻ എന്നോട് അധികം അഭിനയിച്ചിട്ടില്ല, അധികം ശ്രദ്ധിക്കാറില്ല, ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവര് പ്രൊഡ്യൂസേഴ്സൊക്കെ വരുമ്പോൾ പറയും ജോണിക്ക് ഒരു പണം കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പം ഞാൻ നടന്നായി നമ്മൾ ചില അസിസ്റ്റന്റ് അസോസിയേറ്റുകളെ കാണും. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ആത്മാർത്ഥം, അവരുടെ ആ ഡയറക്ടറോടുള്ള കൂറ്, ആ പ്രൊജക്ടറോടുള്ള കൂറ്, അത് നമ്മൾ ആഗ്രഹിക്കും ഇയാളൊരു ഡയറക്ടറായിരുന്നില്ല. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മലയാളത്തിലെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒരാളാണ് ബിൻഡോ. നമുക്ക് തോന്നിയിട്ടുണ്ട് ബിൻഡോ ഒരു ഡയറക്ടറായിരുന്നെങ്കിൽ. കാരണം നെയ്മറും ഉപചാരപുരം കൊണ്ടുവരും 2 ഹിറ്റ് സിനിമകളായിരുന്നു. 2ലും ബിൻഡോ ആയിരുന്നു അസോസിയേറ്റ്. പിന്നെ ഈ സിനിമ എനിക്കൊരു സ്പെഷ്യലാണ്. കാരണം ഈ ഷാരിസ് എനിക്ക് വേഷം തന്നതിൽ സന്തോഷം, ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് ദിലീപായിട്ട് ഉദയവര സുൽത്താൻ, മായപ്പന്മാൻ, അപ്പൊ ഈ മായപ്പനിയിലാണ് സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നത്. പിന്നെ അസോസിയേറ്റ് ആയിട്ട് പറക്കം തെളിക, കുഞ്ഞിക്കൂനൻ, ഡയറക്ടറായിട്ട് മൂസ, കൊച്ചി രാജാവ്, ഗരുഡ്, ഈ സിനിമകളെല്ലാം വിജയചിത്രങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ദിലീപുമായിട്ട് ഒരു കോംബോ ചെയ്തിട്ട്. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ദിലീപായിട്ട് ഇത്ര സ്ക്രീൻ സ്പേസ് ഉള്ള സിനിമ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു സിനിമ ഇത് ഹിറ്റാണ്. ഞാൻ അതെനിക്കൊന്നും എല്ലാ പടങ്ങളും ഹിറ്റാണെന്ന് ഞാൻ ആഗ്രഹിക്കും, വർക്ക് ചെയ്തിട്ടുള്ളതല്ല. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു ആവശ്യമായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ട ദിലീപിനോട് ഞാൻ അഭിനയിച്ച സിനിമ ഇത്രയും, പിന്നെ ബിന്നോടെ സിനിമ, ഷാരിസിന്റെ സിനിമ, ജസ്റ്റിന്റെ സിനിമ, ഇത് ഓടണമെന്നുള്ള വലിയൊരു ആഗ്രഹമായി. അപ്പം അതിന് വഴിയൊരുക്കിയ സർവശക്തനായ ദൈവത്തിനും, പിന്നെ വിമർശനങ്ങളെ പോലും വിമർശിച്ച് ഈ സിനിമ നിങ്ങളൊന്നും പറയുന്ന പോലല്ല, ഇത് ഒരുപാട് ചിരിക്കാനുള്ള ഞങ്ങളുടെ ദിലീപിന്റെ നല്ല തമാശ ഉള്ള ഒരു കുടുംബചിത്രമാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ പോയ ഈ നാട്ടിലെ നല്ല കുടുംബ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് അതുമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും സത്യത്തെ അസത്യമായി കാണുകയോ ടാർഗറ്റ് ചെയ്യുകയോ ഒന്നും ആരും വിമർശിക്കരുത്. കാരണം വിമർശിക്കുന്നവരും വിമർശനമേൽക്കുന്നവരും മനുഷ്യരാണെന്നുള്ള ബോധ്യം എല്ലാ മീഡിയക്കാർക്കും മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അമിട്ട് പൊട്ടിക്കാതിരുന്നു, അദ്ദേഹം പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. നമുക്ക് നായികയെ കൂട്ടി വിളിച്ചതിന് ശേഷം ആ വീട്ടിലേക്ക് ഒന്ന് കിടക്കാം. ഇനി പ്രിയപ്പെട്ടവരടുത്ത് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ചിത്രത്തിന്റെ നായികയാണ്. അപ്പോ ലാലേട്ടൻ പറയുന്ന പോലെ എന്റെ കൂടെ തുടങ്ങിയവരാരും മോശമായിട്ടില്ലെന്ന് പറയുന്ന പോലെ ദിലീപേട്ടന്റെ കൂടെ നായികയായി തുടങ്ങിയവരെല്ലാവരും തന്നെ മലയാള സിനിമയിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അത് മീര ജാസ്മിൻ ആയിക്കോട്ടെ, നവ്യ നായർ ആയിക്കോട്ടെ, സമൃദ്ധ ആയിക്കോട്ടെ, അല്ലെ? അപ്പൊ ഈ ചിത്രത്തില് റാണിയ അതിഗംഭീര പ്രകടനവുമായിട്ട് മലയാള സിനിമയിൽ നായികയായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു കൈയോടുകൂടി വേദിയിലേക്ക് ചിത്രത്തിന്റെ നായിക റാണിയെ സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. നല്ലൊരു കൈയുടെ കൊടുത്തൂടെ, നല്ലൊരു അടിപൊളി പെർഫോമൻസ് തന്നെയാണ് റാണിയെ കാഴ്ചവെച്ചിരിക്കുന്നത്. റാണി, എല്ലാവർക്കും നമസ്കാരം.
എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഭയങ്കര ഷോക്കാണല്ലോ. ഓക്കെ ആണോ? ഓക്കെ. ഒരുപാട് എന്താ പറഞ്ഞേ? ആരും ഓക്കെ ഇല്ലാത്ത പത്രക്കാർ ഓക്കെ അല്ലേ? ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എൻ്റെ പെർഫോമൻസ് ഇഷ്ടമാവുന്നു. ബിക്കോസ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ പടമായതുകൊണ്ട് എങ്ങനെ പ്രേക്ഷകർ അംഗീകരിക്കുമെന്നും അറിയില്ലായിരുന്നു. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബിയോണ്ട് മൈ വേർഡ്സ് ഭയങ്കര വലിയ റിസപ്ഷനാണ് എനിക്ക് കിട്ടിയത്. സോ താങ്ക് യു സോ മച്ച്. അതിന് സപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ റൈറ്റർ ഷാരിസ് ചേട്ടൻ, ബിൻഡോ ചേട്ടൻ, ലിസ്റ്റിൻ ചേട്ടൻ, ദിലീപ് ഏട്ടൻ, സിദ്ദിഖ് സർ, ജോണി ചേട്ടൻ, ബിന്ദു ചേച്ചി, മഞ്ജു ചേച്ചി, ധ്യാൻ ചേട്ടൻ, എല്ലാവർക്കും, പിനോയ് ചേട്ടൻ, മനു, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ്, ഞാൻ ഭരതനാട്യം പ്രാക്ടീഷണറാണ്. സോ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. പിന്നെ ബി എ ഭരതനാട്യം, MA ഭരതനാട്യം ഒക്കെ ചെയ്ത് PhD ഒക്കെ ചെയ്യാൻ നിൽക്കുമായിരുന്നു. ഒരാൾക്ക് 1 വർഷം വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി, 2 വർഷം വെയിറ്റ് ചെയ്യാം. ഞാൻ 4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്ന സമയം തൊട്ട്, എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഐ എം വാച്ചിങ് TV. എനിക്ക് അപ്പം തൊട്ട് സിനിമയിൽ അഭിനയിക്കണം, ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. ഐ വെയിറ്റഡ് അറൌണ്ട് 20+ years ടു സ്റ്റാൻഡ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദിലീപ് ഏട്ടൻ. സോ എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് വെരി വെരി ബിഗ് അച്ചീവ്മെന്റ് ഫോർ മീ. എനിക്ക് അതുകൊണ്ട് ചേട്ടനോട് ഇത്രയും റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ചേട്ടനോട് ബ്ലാബർ ചെയ്ത് സംസാരിക്കാൻ പറ്റൂല. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഓൺ ഹിം. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് 150ാമത്തെ പടം ചെയ്ത് നിൽക്കുന്ന ദിലീപേട്ടൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്ത് സക്സസ് ആയി എന്നറിയുമ്പോൾ ഇതിനേക്കാളും ഒന്നും എനിക്ക് ദൈവത്തിനോട് ചോദിക്കാനില്ല. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിക്ക് റെസ്പോൺസ് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വന്ന് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്ന് തിയേറ്റർ റെസ്പോൺസ് വന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി. ബിക്കോസ് തിയേറ്ററിൽ പോയപ്പം എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്ന, അതുപോലെ ചെറിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളും വലിയ അമ്മമാരൊക്കെ, ഐ ഡോണ്ട് നോ അത് അവർക്ക് യൂട്യൂബിനെ കുറിച്ച് അത്ര അറിയുമോന്ന് അറിയില്ലെങ്കിലും ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ വന്നോട്ട് ചിഞ്ചു ചിഞ്ചു എന്ന് പറഞ്ഞാൽ ഓടി ഓടി വരുന്നു. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരുടെ മനസ്സിലൊക്കെ ഇഷ്ടം തോന്നി എന്നറിഞ്ഞപ്പോൾ. അതുപോലെ എനിക്ക് ദൈവത്തിനോടും ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക്സ് ടു ദി യൂണിവേഴ്സ്. എന്നെ 20 വർഷവും ഗിവപ്പ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാനും ഇതിനു വേണ്ടി, അതായത് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ എന്നെയും തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് റാണിയൊക്കെ ചിഞ്ചു റാണി കിട്ടിയത്. ബിക്കോസ് ഞാൻ എൻ്റെ പേര് റാണി എന്നാണ്. അപ്പം ഞാൻ ഈ കഥാപാത്രത്തിൽ വരുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ ഷാരിസ് ചേട്ടന്റെ കൈ കൊണ്ട് ചിഞ്ചു റാണി എന്ന കഥാപാത്രത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിലെ പാട്ട് റാണിയും എഴുതി റാണി. സോ ദിസ് ഈസ് എ റിസൾട്ട്. ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം നമുക്കത് ഒരു ദിവസം നടന്നു തരും. അതിനുള്ള ചെറിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. എന്തായാലും ചിഞ്ചു റാണി അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പം മലയാള സിനിമയിലെ ഗംഭീരമായൊരു തുടക്കം. അപ്പൊ ആ വ്യക്തിയുടെ പേര് പോലും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാല്ലേ. ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതിയോ? ആരാണ് വിളിക്കാൻ പോകുന്നത് നമ്മള്? The one and only ധ്യാൻ. Let's welcome ധ്യാൻ on stage. അപ്പൊ ധ്യാനും ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സ്ക്രീനിൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു. ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാൻ എത്തിയത്. നമ്മളെല്ലാവരും ചിത്രം കണ്ടതാണ്. അപ്പം ധ്യാൻ നല്ലൊരു കീഴ്ത്തുണ്ട രീതിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ദിലീപേട്ടന്റെ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ. എല്ലാരും റെഡിയല്ലേ? കോമഡി പീസ് ആണോ ഇവിടെ? മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക. സാധാരണ അങ്ങനെയല്ലേ പതിവ്. നേരത്തെ വന്നല്ലോ. സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്നാലും ഒരുപാട് സന്തോഷം. ചുളുവിലൊരു ഹിറ്റ് കിട്ടി.
സാധാരണ ഇങ്ങനൊന്നും എന്റെ സിനിമകൾ സംഭവിക്കാത്തതാണ്. അത് അത്ഭുതമാണ്. ഞാൻ ചിലപ്പോ കരഞ്ഞു പോകും. നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ 80s കിഡ്സ് ആണ് പറഞ്ഞു വരുമ്പോ. അല്ല നീ കുറച്ച് 90 അല്ലേ? എന്നാലും അടുത്തുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറിൽ വലിയ ഇന്ന് മുതൽ നാളെ മുതൽ എന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ, തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശിപട്ടണം, മീശമാധവൻ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ. സ്വാഭാവികമായിട്ടും ദിലീപേട്ടന്റെ സിനിമ കാണാൻ, അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത്, അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 150ാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു, അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ, അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ്. അപ്പം ഈ 150ാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 10 ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിലുള്ളത് കൊണ്ട് എനിക്കത് പോകണം. അപ്പോ ഞാൻ ബിൻഡോനോട് പറഞ്ഞു, ഞാൻ ഈ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ആദ്യ വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു, ഇത്രയും ദിവസത്തിനുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ ഈ പോകേണ്ട തിരക്കിലാണ്, എപ്പോഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം. അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുന്നത്, ചിരിപ്പിക്കാൻ വേണ്ടി. ഞാൻ വിചാരിക്കും, എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയില് അച്ഛനൊരു തൂണും ചാരി നിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന സീന്. ഇത് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചിട്ട് അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാറിയെന്ന് ആലോചിക്കുക, എന്തിനാണ് ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാളിങ്ങനെ എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാനൊരു ദിവസം പറയുന്നു, നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ? അപ്പൊ ഇത് എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ. അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോ, ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ വരിക, പൈസ വാങ്ങിക്കുക, ജോലി ചെയ്യുക, പോവാ, അത്രല്ലേ ഉള്ളൂ. ഇല്ല, സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം സിദ്ദിഖ, ദിലീപ്. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്, ഇവരുടെ കോമഡി. അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്നില്ല. ഇവർ രണ്ടുപേരും മാറി ചിരിക്കുന്നുണ്ട്. ഷാരിസ് വന്നിട്ട് പറയും, ഇവിടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. അപ്പൊ ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി, പഴയ സാധനം ഇപ്പൊ വേണ്ട. നിങ്ങൾ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട് കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവർ രണ്ടുപേരും എന്നോട് ചോദിക്കുന്നത് നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ എന്തിനാ വന്നത് പുള്ളിക്ക് മനസ്സിലായി. ദിലീപേട്ടൻ എന്നോട് വന്നിട്ട് എടാന്ന് വരുമ്പോഴേക്കും മാറിപ്പോവും.
പക്ഷെ പിന്നെ സിദ്ദിഖായിട്ട് ഇവര് ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു. ഷാരിസ് വരുന്നു, അത് വേണ്ട എന്ന് പറയുന്നു, ഇവര് മാറി നിൽക്കുന്നു. അപ്പൊ അഘോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഘോരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ. ഏത് അത് ഡേറ്റിലായിരുന്നു, ഞാനല്ലേ. ഇങ്ങനെ ഇല്ലല്ലോ, അങ്ങനെയല്ലോ സിദ്ദിഖ് നേരത്തെ പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞു നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നെ. ആ കുറെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോണിച്ചേട്ടനെ പോലത്തെ ആൾക്കാർക്ക് ഒരു ചെറുപ്പക്കാർ ഈടായിട്ട് നമ്മള് ഹിറ്റ് കോപ്പല്ലേ നമ്മളൊരുമിച്ച്. അതെ. അപ്പൊ ഈ പ്രോസസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചത് അത് പറഞ്ഞിട്ട് പോവുക എന്നതിനപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും, അല്ലെങ്കിൽ ഈ സീനിൽ എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം, ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ തന്നെ അപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് ഇവർക്കിടയിൽ. അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്. ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദുവിനോട് ചോദിച്ചു ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ദിലീപേട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട, ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ. അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ. പക്ഷെ നിങ്ങൾ ലിസ്റ്റ് സ്റ്റീഫൻ തന്നെ ബുദ്ധിരാക്ഷസിനെ തിരിച്ചറിയുന്നു, അതാണ് പറയാൻ പോണ കാര്യം. കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ടന്റെ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം, ഇതിനെങ്ങനെ ഇതിന്റെ റീച്ച് വരും, എങ്ങനെ ഇതിനെ എത്തിക്കാം, മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ മെനയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിന് മുന്നേ ഉള്ളൊരു മീറ്റില്, മീഡിയന്റെ മീറ്റില് ലോഞ്ച് ടീസർ ലോഞ്ചില്, മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു, എടാ നിന്നെ ഉദ്ദേശിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊടുത്തി, സ്വാഭാവികമായിട്ട് പടക്കം മാല. അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദരലി വിളിക്കും, എത്ര തവണ വിളിച്ചു രാത്രി? 4 നേരം തുരുതുരാ വിളി. ഞാൻ പറഞ്ഞു ഹൈദർക്ക ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോണാവാത്ത ലാപ്ടോപ്പ്, എനിക്ക് ഡിസ്പ്ലേ ലൈറ്റ് വർക്കാവാത്ത ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോറി ചെയ്ത് തുടങ്ങി, ഞാൻ രാത്രി ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു, അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്
ആ പ്രമുഖ നടൻ വേറെ ആരും ഇല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ. വേറെ ആരുമില്ല. അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. അയാൾ കൃത്യമായി എന്തിന് BBC അടക്കം എന്ത് ചെയ്തു? എവിടെയോ എത്തി അതിന്റെ ഒരു. അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരലി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്നും നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ, ബിൻഡോ ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്റർവ്യൂവിൽ ഒരു ഇതിനകത്ത് കേട്ട കാര്യം എന്ന് വെച്ചാൽ, ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മാജിക് ഫ്രെയിംസ്, എനിക്കൊരു 10-12 വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട്. 2014 ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും. അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക്. അപ്പൊ ആരാണ് ലിസ്റ്റിൻ? പേര് തന്നെ ഉണ്ട് ഒരു ഗുമ്മ്, പേരിലാണ് പകുതി. ഈ പേര് എവിടെയോ ആദ്യമായിട്ട് ഞാൻ ഈ പേര് കേൾക്കുമ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ വായിൽ നിന്നാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം, 15 വർഷത്തോളം ഇങ്ങനൊരു ബാനർ, എത്രയോ ഒരു ഡസനോളം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു. പുതിയ എന്താ പറയണ്ടത്, തിയേറ്ററുകൾ, സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ. അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഹാരിസ് പറഞ്ഞ കാര്യമാണ്, കാരണം ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. ലിസ്റ്റിൻ സ്റ്റീഫിന് വലിയൊരു കൈയടിയാവാം എന്ന് എനിക്ക് തോന്നുന്നു. പറയേണ്ടതൊക്കെ പറഞ്ഞില്ല, ഒക്കെ അടിച്ചിട്ടുണ്ട്. അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഹാരിസിനെ കുറിച്ചുമാണ്. കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ്. പ്രിൻസ് ആയിട്ടല്ല, അന്നും ജിൻസ് തന്നെയായിരുന്നു. അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപേട്ടൻ വരുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും അന്ന് ചിന്തിക്കുന്നില്ല. കാരണം ദിലീപേട്ടനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടെ വരെ എത്തുമോ, അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ ബിൻഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം, കാരണം ബിൻഡോ ജനഗണമന ഹാരിസ് എഴുതുന്ന ജനഗണമന ക്വീനില് ബിൻഡോ ഉണ്ടായിരുന്നു, നെയ്മർ അല്ലെങ്കിൽ. അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി. ബിൻഡോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ ദിലീപേട്ടൻ പറഞ്ഞ കഥ, മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഞാൻ ബിൻഡു അതിനിടയിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ബിൻഡുവിനോട് പറഞ്ഞു, നീ ഈ കല്യാണം ഇപ്പൊ കഴിച്ചോ, പടം ഇറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം, കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം. അപ്പൊ പറഞ്ഞു, സിനിമയല്ലേ അറിയാം, എപ്പോഴാണ് എന്താന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ധൈര്യമായി ഇനി പെണ്ണുവീട്ടിൽ പോയിരിക്കാം, താമസിക്കാം. വലിയ വിജയം. ഈ ഒരു വിജയം എല്ലാവരുടെയും, ഇവരുടെ എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അവസാനം ഒടുക്കം പറയാനുള്ളത്, ദിലീപേട്ടൻ തുടരും, ലിസ്റ്റിൻ സ്റ്റീഫനും തുടരും, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീട്ടിലിരിക്കാൻ റെസ്റ്റ് ആവാം. പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം, എന്നെ ഫർഗീസ് ആഗ്രഹിച്ചു, ഉണ്ണിയേട്ടൻ ആഗ്രഹിച്ചു. അച്ഛൻ വീട്ടിലിരിക്കുന്ന അതാണ് കൂടെ ഇരിക്കാൻ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പഴയ ഫർഗീസേട്ടൻ, ഒടുവിൽ കൃഷ്ണൻ, നരേന്ദ്രപ്രസാദ്, ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണമെന്ന്. ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്, വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം. CD മൂസ2 ഉണ്ടാവോ? ഉണ്ടാവും. ഇതാണ് CD മൂസ2 ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു. വലിച്ചു കിട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും എല്ലാവർക്കും ഉള്ളത് കൃത്യമായിട്ട് വീതൊക്കെ വെച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി എല്ലാവരും കഴിഞ്ഞിട്ടില്ല, ഒന്ന് നിക്കണേ.
ഇനി നമുക്ക് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മീനാക്ഷി മാധവി. ഈ ചിത്രത്തിൽ അന്ന എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മീഡിയ, ബാക്കി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. ഞങ്ങളുടെ ഈ ഒരു ചെറിയ സെലിബ്രേഷൻ്റെ ഭാഗമാവാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു പറയാനുള്ളത് ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സാറിനോടാണ്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ നമ്മുടെ സംവിധായകൻ പിന്റോ ചേട്ടൻ, റൈറ്റർ ഷാരിസ്ക, ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ മമ്മി, ജസ് മമ്മി, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു നല്ലൊരു വിജയമായിട്ട് ഈ മൂവി വരണം എന്നുള്ളത്. അതുപോലെ തന്നെ വന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ മൂവി ഇത്രയും നല്ലൊരു ഹിറ്റിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രേക്ഷകരോടാണ്. ഞങ്ങളെല്ലാവരെയും ഓരോരോ കഥാപാത്രങ്ങളെയും നിങ്ങൾ സ്വീകരിച്ചു നല്ല രീതിയിൽ. അതോടൊപ്പം തന്നെ വിമർശിച്ച എല്ലാവരോടും താങ്ക് യു പറയുന്നു. കാരണം നിങ്ങൾ ഇത്രയും വിമർശിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മൂവിക്ക് ഇത്രയും നല്ലൊരു വിജയം ലഭിച്ചതും. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ദിലീപേട്ട, താങ്ക് യു സോ മച്ച്. എൻ്റെ രണ്ടാമത്തെ ചിത്രത്തില് ഇത്രയും വലിയൊരു പ്രതിഭയുടെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം ഇനിയും വരുന്ന പ്രോജക്ട്സിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ടൈറ്റിൽ ഇട്ടതിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരവാദിത്വം ഷാരിസിന്റെയും ബിന്ദുടെയും ഇവരുടെ ചർച്ചയിലുണ്ടായ കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും, കാരണം നമ്മള് അത്രയും സിനിമകൾ ചെയ്യുകയും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ ചെയ്ത മായാമോഹിനി, പച്ചക്കുതിര, സൗണ്ട് തോമ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് ചുരുക്കിയെന്ന് വെച്ചിട്ടില്ല, എല്ലാത്തിനും ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ബിഗിനിങ് തുടങ്ങിയല്ലേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതിൽ കുറച്ച് കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് ചെയ്തത്. അതിന്റെ ക്യാപ്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് സംസാരിക്കുന്നുണ്ടായി. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ ആ സിനിമയിലേക്ക്, നമ്മൾ അത്ര കാലം ചെയ്ത സിനിമയെ പറ്റി ഒരു നിമിഷം കൊണ്ട് ഓർമ്മിപ്പിക്കാന്ന് പറയില്ലേ, ആ ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കിയത് ഇവരുടെ ഇതാണ്. ഷാരിസ്, താങ്ക്സ് അല്ലോ. നിങ്ങളല്ല സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇച്ചിരി ഓവറാക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിലീപേട്ടൻ്റെ പാട്ടുകളിലൊന്നാണ് ഫെയിലർ. വളരെ വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ പാട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓവറാന്നറിയാം, രണ്ടുപേരും പാടുക നല്ല ഓവറാന്നറിയാം. എന്നാലും മഴ ഒരു ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു ദിലീപേട്ടൻ. പാട്ടോടും ഇത് മാത്രം വിചാരിച്ചു. താങ്ക് യു. അടുത്ത ജനപ്രിയ നായകൻ ജനമനസ്സുകളിലേക്ക് പിന്നെയും തിരിച്ചെത്തിയ സന്തോഷമാണ്. ഓരോ തിയേറ്ററിൽ ഇറങ്ങുന്ന പ്രേക്ഷകർ അത്രത്തോളം എക്സൈറ്റഡ് ആണ്. മൈക്ക് തരൂ, മൈക്ക് കൊടുക്ക്. ദിലീപേട്ട, ജനപ്രിയ നായകൻ ജനമനസ്സുകളിലേക്ക് പിന്നെ എത്തിയ സന്തോഷമാണ് എല്ലാവർക്കും. തിയേറ്ററുകളിൽ ഇറങ്ങി എല്ലാവരോടും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് ആണ്. പഴയ ഒരു ദിലീപേട്ടനെ കാണാൻ സാധിച്ചു. ഹ്യൂമറുകൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ആസ്വദിക്കുക, കുട്ടികളുമായിട്ട് വന്ന് ആസ്വദിച്ച് കണ്ടുപോകാൻ പറ്റുന്ന
ഇതേപോലെ ഒരു സോളോ ഹിറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്? ഹിറ്റുകൾ സംഭവിക്കുന്നതല്ലേ. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും, എല്ലാ കലാകാരന്മാരും, എല്ലാ നിർമ്മാതാക്കളും, എല്ലാ സംവിധായകരും, എഴുത്തുകാരും ചെയ്യുന്നത് ഈ സിനിമ ഹിറ്റാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ എത്ര സിനിമ ഹിറ്റാവും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് ദൈവാനുഗ്രഹവും അതുപോലെ നമ്മളുടെ സമയം, അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം, ഇങ്ങനെ ഒരുപാട് ചേരുവകൾ കൂടുമ്പോൾ ആണ് നമുക്ക് വലിയൊരു ഹിറ്റ് കിട്ടുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വലിയൊരു ആ ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ഈ സിനിമക്ക് ഒത്തുകിട്ടി. അത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അഭിനയിച്ച 150ാമത്തെ സിനിമയ്ക്ക് തന്നെ അത് കിട്ടിയത് വലിയ സന്തോഷം. ദിലീപേട്ട അതുപോലെ ഈ സിനിമയെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായിരിക്കണം, മറ്റൊരാളുടേതാവരുത് എന്നുള്ളത്. ശരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണോ ആ ഒരു ഡയലോഗ് ഇച്ചിരി ഇമോഷണലി അത് പറയാനൊരു കാരണം? അതെ, ഇമോഷണലി ശരിക്കും അത് പ്രിൻസ് എന്ന കഥാപാത്രം സംസാരിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഉള്ളൊരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ അവസ്ഥകളിൽ അല്ലെങ്കിൽ ആനുകാലിക സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തെയാണ് ശരിക്കും പറഞ്ഞ് ഈ കൊച്ചു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ, കാരണം നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു 95-99% ആൾക്കാരും അതിൽ സജീവമാണ്, അല്ലേ? അപ്പൊ അതിൽ എടുത്തു വെക്കുന്ന അഭിപ്രായങ്ങൾ സത്യസന്ധമാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായമാണ്. അത് വേറൊക്കെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെയാണെന്ന് അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും ഒരു കാര്യങ്ങളെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പൊ അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു സിനിമ ഗംഭീര വിജയമാക്കുന്നത് അതിലെ എല്ലാവരുടെ ടേസ്റ്റും എല്ലാവരുടെ അഭിപ്രായവും എല്ലാം ഒരേ പോയിന്റിലേക്ക് വരുമ്പോഴാണ് സൂപ്പറായിട്ട് കേട്ടോ, ഗംഭീരമായിട്ട് കേട്ടോ, നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെയാണ്. നമുക്ക് അറിഞ്ഞൂടെ ഇതിന്റെ ചേരുവകൾ നമ്മൾ ഉദ്ദേശിച്ചിടുന്നു, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയിൽ. ആ ചേരുവകളുടെ ഫോമുകൾ നമുക്ക് അറിയില്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ആ സിനിമ പറയാറ്. പിന്നെ എനിക്ക് എന്റെ അഭിപ്രായം പറയാം, ഇക്കയുടെ അഭിപ്രായം പറയാം. പക്ഷെ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞ ഉർവശി ഇതില് ഒരു ക്യാമിയ റോള് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടറിന്റെ അത് പറയുന്നതിന്റെ പ്രസക്തി നമ്മുടെ ലൈഫില് വളരെ, അല്ലെ, എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ അത്രയും കയ്യടി ഉണ്ടാക്കുന്നത്. അത് അതുപോലെ വാല്യൂ ഉള്ള, ഇന്ന് നമ്മളുടെ, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ, അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു നിന്നത് ഉർവശിച്ചിലാണ്. ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. ഞങ്ങൾ ഉർവശിച്ചിയുടെ അടുത്താണ് പോയിട്ട് ചേച്ചി വേഷം ചെയ്യണം, കാരണം ഈ സിനിമയ്ക്ക് ചേച്ചിന് ആവശ്യമാണ്. ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾക്ക് പോലും അതിനോട് ദേഷ്യം തോന്നിയില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ശത്രുതയോ അല്ലെങ്കിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല. സങ്കടമുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ, ഞാൻ നിങ്ങളുടെ ഒരാളെ പോലെ അഭിനയിച്ചൊരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സൊല്ലെ എന്ന് പറഞ്ഞ ചിത്രം. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവന്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും, നിങ്ങൾ എല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദ നോക്കാൻ പറ്റുന്നില്ല, ശരിയല്ലേ? അങ്ങനെ ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിന്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളത് വെച്ചാൽ ഇതിന്റെ അറ്റത്തും വേറൊരാളുടെ ജീവിതമുണ്ട്, വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനമാക്കിയ പറയണത് അഭിപ്രായങ്ങൾ പറയാം, അതും നമ്മളേത് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്.
അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇത് അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്നെ അതിന്റെ ടാർഗറ്റ് ആവും, അതിന്റെ പ്രശ്നമാവാം. ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്. ഇപ്പൊ അതുപോലെ തന്നെ വന്ന റിവ്യൂസിനെ കുറച്ചും പറയാറുണ്ട് അശ്വിൻ ഗോപിന്റെ. അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപേട്ടന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, സിനിമയുടെ ഇതാണ് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്? അല്ല, പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായങ്ങൾ പറയാം, അത് വ്യക്തിപരമായിരിക്കും. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക, അല്ലെങ്കിൽ കാണണം തോന്നുക, കഴിക്കണം തോന്നുക, അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മളുടെ സെൻസ് കളയരുത്. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ നമ്മുടെ സീനിയർ ആക്ടേഴ്സിന്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള, അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അതിന്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലന്ന് മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല, TV-യിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോൾ, ഇന്ന് നമുക്ക് ഉള്ള ഏറ്റവും എന്റർടൈൻമെന്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ്. ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അതാണ് അത്. വേറെ ആളെ ഞാൻ ആരെയും മോശമാവുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്, അത് അവരുടെ ജോലിയാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ചെയ്യാവുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് പോകും. പക്ഷെ നമ്മൾ ആസ്വാദകര്, നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാം. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്ന് ഒരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടുപിടി, അങ്ങനെ കാണാം. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. നമുക്ക് എന്താ പറയാ, അതിന്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എന്തിനെ നെഗറ്റിവിറ്റി കയറിക്കൊണ്ട് നടക്കും? അല്ല, ഒരാളെ മോശമായിട്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടിട്ടോ ഇല്ല. എന്നിട്ടോ എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, ഇല്ല അത് മോശമാട്ടോ, എനിക്കൊന്നും കറക്റ്റ് ചെയ്തൂടെ. അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തിനെ പറയും, അല്ലെങ്കിൽ വേണ്ടായിരിക്കും. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ദിലീപേട്ടാ, ഞാൻ ഹാപ്പിയാണ്. അല്ല, ഞങ്ങൾ ഹാപ്പിയാട്ടെ. ധ്യാൻ പ്രവണ ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോ സാധാരണ പോകാറുള്ളവരാണ് ഇങ്ങനെ പോയതാണോ, അതൊരു ഹിറ്റ് ഫിലിമിന്റെ ഭാഗമായി പോകുന്നവരാണോ പോയത്? അല്ല, ബിൻഡോ ഞങ്ങള് മലയാളി ഫ്രം ഇന്ത്യ സിനിമ ചെയ്ത്, ബിൻഡോ ആയിരുന്നു അതിന്റെ ചീഫ് അസോസിയേറ്റ്, ഷാരിസ് ആയിരുന്നു അതിന്റെ എഴുത്തുകാരൻ. അപ്പൊ ആ സെറ്റിലാണ് വെച്ചിട്ടാണ് ബിൻഡോ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോ ബിൻഡോയുടെ ലൈഫാണ് സിനിമ. അപ്പൊ ബിൻഡോ അപ്പൊ ഈ കഥ പറഞ്ഞപ്പോഴേ ഈ ക്യാരക്ടർ ഉണ്ട്. 2 അനിയന്മാരുടെ കൂട്ടത്തില് ഞാനും, എനിക്കൊന്ന് ഫസ്റ്റ് കാസ്റ്റ് തന്നെ ജോസൂട്ടിനായിരിക്കും. ആ കാസ്റ്റ് ചെയ്തല്ല, അവനെ ഡിഫോൾട്ടാ കയറി അവിടെ ഉണ്ട്.
അപ്പോ അതെ, ഞങ്ങൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിന്ദുവിനോടും ഷാരിസിനോടുള്ള സൗഹൃദമാണ് ഈ സിനിമയിൽ വരാൻ കാരണം. അതിപ്പോ ഒരു ഹിറ്റ് കിട്ടിയല്ലോ, മനസ്സിൽ എന്തെങ്കിലും മാറിയോ അതോ ഇനി എല്ലാ ആഴ്ചയും ഇനിയും സിനിമ ഉണ്ടാവും? ഒരെണ്ണം കൊണ്ടൊന്നും ചെയ്ത പാപങ്ങൾക്ക് നിർവഹിച്ചു. വലിയ രീതിക്ക് ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് ഈ തമാശ രീതിക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ ഒരു തമാശകൾ പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അതിപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യണം. ആ ഒരു അതിപ്പോ ഞാനും ദിലീപും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ദിലീപിന്റെ സഹതാരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോഴും ഞാൻ എൻ്റെ കൂടെ മറ്റുള്ളവർ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും. അത് ഹ്യൂമർ മാത്രമല്ല, അല്ലാതെയും പല കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഈ ഷാരിസിനോടും ബിന്ദുവോടും ചോദിച്ചാൽ അറിയാം, നമ്മൾ സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ, നമ്മളിങ്ങനെ ചോദിച്ച് അത് എത്ര കിട്ടിയാലും ഇത് പോലെ കുറെ കൂടെ നന്നാക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ട് ദിലീപ് ഞാനൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ്. ഇനി ഷാരിസും ബിന്ദു വന്നിട്ട് അത് വേണ്ട എന്ന് ഇവൻ എപ്പോൾ കേട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവരോട് രണ്ടുപേരോടും ചോദിച്ചോളൂ, നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവര്. അത് അങ്ങനെയല്ല, അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കഥാപാത്രമാണ്, അതിന്റെ ഒരു സ്കെലിറ്റൺ മാത്രമാണ് അവർ നമുക്ക് തരുന്നത്. അതിന് മജ്ജയും മാംസം എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിന് സ്വഭാവം കൊണ്ടുവരേണ്ടതും അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പൊ എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏറ്റവും നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അപ്പൊ അതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 10-40 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാനേ മനസ്സിലായോ തന്നെയാണ് പറയുന്നത്. ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള. അതിപ്പോ ദിലീപ് ഞാൻ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ മാത്രമല്ല, ദിലീപ് മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാനും മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഭാഗമായി തന്നെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബാലും വക്കീലും ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം. എനിക്കിതിനെ കുറിച്ച് പറയാനുണ്ട്. അതായത് നമ്മൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ സിനിമയിൽ കണ്ട ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് ഇപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് പുതിയ സിനിമകൾ തുടക്കക്കാരനെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. സിദ്ദിഖേട്ടനോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖേട്ടൻ അപ്പം തന്നെ അത് വളരെ ഒരു കൊച്ചുകുട്ടി പോലെ ശ്രദ്ധിച്ചെന്ന് കേട്ടിട്ട് സിദ്ദിഖേട്ടൻ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് അപ്പോൾ പറയണം. ഇവരെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അവര് അത്രയും ഉത്തരവാദിത്തത്തോടെയും അത്രയും റെസ്പെക്റ്റോടു കൂടിയാണ് സിനിമയെ കാണുന്നത് എന്നുള്ളതാണ് അവരുടെ ഈ സിനിമ ലൈഫിൽ നല്ല നല്ല സിനിമകൾ അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായും ആദ്യം തന്നെ ഞാൻ ദിലീപേട്ട വലിയൊരു ഒരുപാട് വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മീഡിയ ഫീൽഡിൽ വരാൻ കാരണം എനിക്ക് ഇഷ്ടമുള്ള 2 നടന്മാരെ ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അതൊന്ന് വിജയ് ആൻഡ് ദിലീപേട്ടൻ. അത് ഉണ്ടാവുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ, ടൈറ്റിൽ കാർഡ് കണ്ടായിരുന്നു എല്ലാവർക്കും. ഏതൊരു ദിലീപ് ഫാനിനും മനസ്സിൽ കൊള്ളുന്ന ഒരു ടൈറ്റിൽ കാർഡായിരുന്നു. അത് ദിലീപേട്ടന്റെ നന്ദി സൂചകമായിട്ടുള്ള വാചകങ്ങൾ. ഈ ഒരു നിമിഷം ഇപ്പൊ മൂവി ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുവാണ്. ഈ ഒരു നിമിഷം ആരാധകരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോടായിട്ട് ദിലീപേട്ടൻ എന്താണ് പറയാനുള്ളത്? 30 വർഷമായി ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങി. 91-ലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്, വിഷ്ണുലോകം. അതിനുശേഷം ആ സമയത്തൊക്കെ മെമിക്രി ഉണ്ടായിരുന്നു. അവിടെയും ശരിക്കും പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ബന്ധത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. 95-ൽ അഭിനയം തുടങ്ങി. ഈ 30 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷം ചെയ്യാനുള്ള അവസരം പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നു. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഒരു വിജയം വേണമെന്ന്, അവനത് ആവശ്യമാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം അവർ ഓടി വന്നിട്ടുണ്ട്. ഈ സിനിമയെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എൻ്റെ ഒരു 100ാമത്തെ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ ആ സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ 150 വലിയ പ്രസക്തിയൊന്നുമില്ല. അതങ്ങനെ നടക്കും. ഒരു കലാകാരനെ സംബന്ധിച്ച് വിജയം ഉണ്ടാവും പരാജയമൊക്കെ ഉണ്ടാവും, അതൊക്കെ. പക്ഷെ ചില മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞില്ല, ഒരു കലാകാരനെ സംബന്ധിച്ച്
100 സിനിമ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ 150 സിനിമ ചെയ്യാൻ സാധിച്ചു. എന്നേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു മഹാ കലാകാരനാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ എണ്ണം പോലും പിടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അമ്മാതിരി സിനിമകളുള്ള ഒരാളാണ്. അപ്പോ 100ാമത്തെ സിനിമ കഴിഞ്ഞ് 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ അതും യാദൃശികമായിട്ട് മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും ആ സമയത്ത് ഒരു കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു കഥയുമായിട്ട് എത്തുക എന്ന് പറയുന്ന ഒരു ദൈവനിയോഗമാണ്. അത് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം ആവശ്യമുള്ളൊരു സമയത്തേക്ക് വേണ്ടി വെച്ച ഒരു സിനിമ പോലെ. അതിനാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി പല പേരുകൾ പറഞ്ഞത്. അവസാനമാണ് അവർ പറഞ്ഞ ഇത് പ്രിൻസിന്റെ കഥയാണ്. ഈ സിനിമയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി അതാണ് കാരണം. ഇത് കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതുപോലെ ആ ഒരു മധ്യപ്രായത്തിലേക്ക് കയറുന്ന ആളുകള്, പ്രായമായ ആളുകള് ഒക്കെ ഉള്ള അതാണല്ലോ ഒരു കുടുംബം. എല്ലാവരും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ്. അല്ലാണ്ട് ഇത് യൂത്തിന്റെ സിനിമയാണ് അല്ലെങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രം അങ്ങനെയല്ല. ഇതൊരു പാക്കേജാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂത്തിന്റെ സിനിമയല്ലേ. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് 20നും അല്ലെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ റീലിനും അതുപോലെ അവനവന്റെ ലൈഫിലെ ഓരോ പേഴ്സണൽ മൊമെന്റ്സും പബ്ലിക്കിനോട്, ഒരു സൊസൈറ്റിയോട്, ഒരു ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് ചെറുപ്പക്കാരി തന്നെയാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പൊ അതിലെ ഒരു കഥാപാത്രത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വേഷമാണ് റാണി ചെയ്തത്. റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അന്യമല്ല കഥാപാത്രം. ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകര്. ആ പ്രേക്ഷകരോട് തീരാത്ത നന്ദി കടപ്പാടും അറിയിക്കുന്നു, എന്റെയും എന്റെ കുടുംബത്തിന്റെയും. ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലാവട്ടെ, രാമലീലയിലാവട്ടെ, അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട്, ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ അതോ ദിലീപ് എന്ന വ്യക്തി അത് ബോധപൂർവം ആ സമൂഹമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ ഡയലോഗുകളാണോ, അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് ഡെലിവറി? ഒരിക്കലുമല്ല. രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന് ഫുൾ ഡിപ്പിംഗ് തീർന്ന സിനിമ. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയം. പക്ഷെ സിനിമയും റിയലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശ്ചികമാണ്. അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്കുണ്ടായത് ഇതിൽ ഏതാണ് റിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. അത് ചില അങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത്. അല്ലാണ്ട് മനഃപൂർവ്വം അത് എൻ്റെ ഈ റൈറ്റേഴ്സും സമ്മതിക്കൂല. ഞാൻ വന്നിട്ട് ഇതും കൂടി കയറ്റിക്കോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ചു നിൽക്കുന്ന തന്നെയാണ്. അതിന് ഫീൽ ഉണ്ടാവില്ല. അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിഡന്റ് മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെ കുറിച്ചല്ലാത്ത ഒരു വിഷയവും. കാരണം എനിക്ക് അതിനോട് സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്ന പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും. ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം. അല്ലെ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല. സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ. നോക്കിയാലും ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. അതായത് താങ്കളുടെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും പറയുന്നത്. ഇപ്പം യൂണിലായാലും ശരി, മലയാള സമിതിയായാലും ശരി, ജനഗണമനായാലും ശരി, പ്രിൻസിലായാലും ശരി, ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്, സൊസൈറ്റി എനിക്ക് ഒരു പ്രതിഷേധം പോലെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5-6 വർഷമായിട്ട് അറിയുന്ന ബിന്ദു സ്റ്റീഫൻ എന്ന സംവിധായകൻ, ബിന്ദുയുടെ ലൈഫിൽ നിന്നാണ് എനിക്ക് പ്രിൻസിനെ കിട്ടുന്നത്.
അതാണ് ഇത് സ്റ്റാർട്ടിങ് പോയിന്റ്. അല്ലാതെ നമ്മൾ എഴുത്തിൽ വരുന്ന നമ്മളൊരു സാമൂഹിക ജീവിയാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എവിടേക്കോ വന്നു പോകുന്നതാണ്. ഇന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിലറിന്റെ ലാസ്റ്റ് വെച്ച് സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. നമ്മളൊരു സിനിമ ചെയ്തല്ലേ, നമുക്ക് സിനിമ ചെയ്തത് അത് മോശം സിനിമ മാത്രമാണ്. അത് വെറുക്കപ്പെടേണ്ട ഒരു സിനിമയല്ല. ഒരു കുട്ടിയൊരു പരീക്ഷ എഴുതി തോറ്റ ഒരു വിദ്യാർത്ഥി അല്ലാണ്ട് വെറുക്കപ്പെട്ടവരാണ്. എന്ന് തൊട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട്, അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്നു തുടങ്ങിയത്. നിങ്ങൾ ആലോചിക്കേണ്ടല്ലോ അല്ലേ? നമ്മള് മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന, മനസ്സിൽ കൊണ്ടുനടക്കുന്ന കലാകാരന്മാരോട് എന്ന് തൊട്ടാണ് അവരിന്മേൽ വെറുപ്പ് ഉൽപ്പാദിക്കാൻ തുടങ്ങി. ആ വെറുപ്പിന് തടയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ആ വെറുപ്പ്. അതുല്യ നമ്മളൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്ന എന്താണ്? ജാതിയോ മതമോ ലിംഗമോ വർണ്ണമോ ഒന്നല്ലോ, സിനിമയാണ്. എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അപ്പുറത്ത് ഒരു മിനിസ്റ്ററുടെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും. അത് സിനിമയോടുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ ഒരു വർഷം ലിസ്റ്റിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ലിസ്റ്റിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ കാര്യങ്ങളിൽ. ഒരുമിച്ച് ഞാൻ ലിസ്റ്റിനൊക്കെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം, ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ 5 മിനിറ്റോ 10 മിനിറ്റോ റിവ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല. ആ റെഡിയല്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ഓൾ കേരളയിൽ ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നത്. അത് ഇനിയെങ്കിലും ഞാൻ ഈ സിനിമ വെച്ചിട്ടല്ല പറഞ്ഞത്. ഐ നോ ഐ ആം പ്ലെഡ്ജിങ് മൈസെൽഫ്. എനിക്ക് സംഭവിക്കുന്നത് എന്തോ ആവട്ടെ. സിനിമ ഇല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകനാണ്, ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകും, അല്ലെങ്കിൽ മലപ്പുറം ഹാർബറിൽ മീൻ ചോക്കാൻ പോകും. പക്ഷെ ഈ വെറുപ്പിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഈ വെറുപ്പ് ഇവിടെ തീരണം. എനിക്ക് ലാൽ സാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി സാർ ഒരു പടം ചെയ്തിട്ട് ഞാൻ ആ സിനിമ മലയക്കൊട്ട വാൽവം കണ്ടു വരുമ്പോൾ ഞാൻ കാണുന്നത് ലിജോ സാർ നടത്തുന്ന പ്രസ് മീറ്റാണ്. ഇതിൽ അദ്ദേഹം പറയുകയാണ്, എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ് ഒരു സിനിമയോട്? ചിന്തിക്കേണ്ട വാക്കുകളില്ല. എന്തിനാണ് ഒരു സിനിമയോട് ഇത്രയധികം ഹെയ്റ്റ്? ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല, അത് പറയാലോ. റെസ്പെക്ട് വിട്ടിട്ട് ഒന്നിനും ഈ ഫ്രട്ടേണിറ്റി, നമ്മളൊക്കെ ഒരു ഫ്രട്ടേണിറ്റിയാണ്. ആ ഫ്രട്ടേണിറ്റി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ വി ഓൺ ദ റെസ്പെക്ട്. നമ്മളെല്ലാവരും വി ആർ ഹംബിൾഡ് ബൈ ദ സക്സസ്. ആ സക്സസ് ഈ ഹെയ്റ്റിനെതിരെയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. ഈ സിനിമയില് റിലീസിന്റെ തലേ ദിവസം എല്ലാ റിവ്യൂവേഴ്സിനും എല്ലാവരെയും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഞങ്ങളുടെ ബേബിയാണ്. ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബേബിയാണ്. പക്ഷെ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പടച്ചവൻ സത്യം. എന്റർടൈൻമെന്റ് കീഴിലെ ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സിനിമ കാണണം, സിനിമയെ കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം. ഓൺ ക്യാമറ. ഇത് ഞങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അത് റൈറ്റാണ്, മീഡിയയുടെ റൈറ്റാണ്. പക്ഷെ ഈ പറയുന്ന വെറുപ്പിന്, അപ്പൊ ജിനേഷിനോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വിളിച്ചു കേട്ടോ. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്, സീക്രട്ട് ഏജന്റിലെ സായിനെ വിളിച്ച് പലവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചു. പക്ഷെ ഈ വെറുപ്പിന് ഇനി മുതൽ നിങ്ങൾ നിന്ന് കൊടുക്കില്ല. സിനിമ ആസ് എ ഫ്രട്ടേണിറ്റി, വി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഹേറ്റ്, വി വിൽ സ്റ്റാൻഡ് ഫോർ സിനിമ. താങ്കളിലേക്ക് ചില ആളുകൾ താങ്കളെ കുറ്റപ്പെടുത്തി സിനിമയിലേക്ക് വരുന്നത്, താങ്കളിലേക്ക് വെറുപ്പെടുത്തുന്നത് എന്താണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞ കറക്റ്റാണ്. താങ്കൾ ഇനി എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കണം. താങ്കളുടെ കഥകൾ അത്രയും സാമ്പുള്ള കഥകളാണ് സിനിമകളെല്ലാം. ജനങ്ങളുടെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന്റെ ആഴത്തിൽ തട്ടുന്ന കഥകളാണ്. താങ്കൾക്ക് പറഞ്ഞ ലിസ്റ്റോ ഒറ്റയ്ക്ക് ഞാൻ കണ്ടിരിക്കുകയാണ്. ആ കണ്ണീരിന്റെ ഫലമാണ് ഈ സിനിമ ഇത്ര വിജയമായെന്നുള്ള യാഥാർത്ഥ്യം. ഇനി ഒരു കഥകൾ എഴുതപ്പെടും, പല കാര്യങ്ങൾ ആലോചിക്കുന്നത് സമൂഹത്തിൽ അങ്ങനെ ഒരു ഹൈദർക്ക് നമ്മളുടെ അടുത്ത സിനിമ എവിടെ നിന്നാണ് വരിക നമുക്കറിയില്ല. നമുക്ക് എവിടെ നിന്നാണ് അടുത്തൊരു ഇത് കിട്ടുക നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്റെ സിനിമ ഞാൻ ഇറലവന്റ് ആണ്. ഹൈദർക്ക് ഞാൻ ഇറലവന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ,
നമ്മൾ 100 വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പറയുന്നത്. ആ ഇൻഡസ്ട്രിയില് ഞാൻ ആരാധിക്കുന്നവരോട് എനിക്ക് വെറുപ്പ് സൈക്കിളായിരുന്നു. എനിക്ക് സൈക്കിളല്ല ലാൽ സാറിനെ മോശമായിട്ട് പറയുമ്പോൾ, എനിക്ക് സൈക്കിള മമ്മൂക്കനെ മോശമായിട്ട് പറയുമ്പോൾ, ദിലീപനെ പറഞ്ഞ എനിക്ക് ഒരിക്കലും സൈക്കില്ല. ഞാൻ ദിലീപ് ഫാൻ. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ നമ്മൾ വേറെ ഇതിലേക്ക് പോകും. ഞാൻ ഈ പറയുന്നൊന്നും പ്ലീസ് ആസ് എ റൈറ്റർ നിങ്ങൾ എടുക്കുക. സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരാളായിട്ട് പറയുന്നത് പ്ലീസ്. അത് അതിന് വേറൊരു കോണ്ടെക്സ്റ്റിൽ അതിൽ പോയത്. നമുക്ക് അടുത്ത സിനിമ എവിടെന്നാ വരികയെന്ന് അറിയില്ല. എന്റെ അടുത്ത സിനിമ ചെയ്യാൻ പരാജയം. ഐ എം ഇറലവന്റ്. പക്ഷെ സിനിമയോട്, ആർട്ടിസ്റ്റിനോട്, സിനിമയോട് റെസ്പെക്ട് വേണം. ഒരു മിനിറ്റ്. സിനിമയെ പറ്റി നമ്മൾ കണ്ടിട്ട് കൂടി ഇല്ലാത്ത ആൾക്കാര്, അങ്ങനെയുള്ളവർ കൂടി മോശം പറയുമ്പോൾ നമുക്കൊക്കെ, നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോഴേ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് ആൾക്കാർ ഇതിനെ പറ്റി മോശം പറയുമോ, അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ റിവ്യൂവേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തിൽ വലിച്ചു കയറുക, സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹെയ്റ്റ് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ? അപ്പൊ നിങ്ങളൊരു പടത്തിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തോ ആയിക്കോട്ടെ, നല്ലതിന് നല്ലതിനും മോശത്തിന് മോശം തന്നെ പറയണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്, അതും കൂടി ഓർക്കുക. ഷാരിസ്ക പറഞ്ഞാൽ ഇപ്പൊ മലയക്കോട്ട വാലിബന്റെ കാര്യം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആ സിനിമ എനിക്ക് അറിയില്ല, ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ്, ലാലേന്റെ ഫാൻ കൂടി ആയതുകൊണ്ട്. പക്ഷെ അത് മാത്രല്ല, ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് ഈ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അറിയില്ല, ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം. കാരണം അത്രയും വെറുപ്പ് തന്നെ, ഷാരിസ്ക പറഞ്ഞ പോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടമെടുക്കരുത്. നമ്മൾ തന്നെ സിനിമ പോയി കണ്ട് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം. അഭിപ്രായം പറയുമ്പോഴും അതില് ഒരു തന്മയത്വം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. മലയാള സിനിമയിലെ ലിസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത് ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള നല്ലൊരു പ്രൊഡ്യൂസറാണ്. പക്ഷെ പലപ്പോഴും താങ്കളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുള്ളത് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം സാന്ത്വന ഫോഴ്സിന്റെ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക? കാരണം വെച്ചാൽ താങ്കൾ മലയാള സിനിമയെ വാഴ ശ്രമിക്കും, മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനെ അവസരങ്ങൾ നഷ്ടപ്പെടും, ഇത് ഇൻഡസ്ട്രീസ് വരുന്നില്ല എന്നൊരു ഇതൊക്കെ വന്നായിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കോ അല്ല, ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. നമ്മളിപ്പോ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പോയിക്കൊണ്ടിട്ട് ഇരിക്കുമ്പോൾ കാറ്റ് ഈ വശത്തേക്ക് വരും, നമ്മൾ മുഖത്തടിക്കും, ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെതറിപ്പോകും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ചീവി നല്ല പക്കയായിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പല വശത്തേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ കൂടി റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും, നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം. ഇവര് പ്രൂവ് ചെയ്യണം, മനസ്സിലായോ? നമ്മൾ ഓരോ സിനിമകളും റിസ്ക്കാണ്. ഇപ്പൊ ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ പറയുന്നു. ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്തൊരു ഇതിലേക്ക് പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും ഈ ഇൻഡസ്ട്രി നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സിനിമേനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം. നമ്മളിപ്പോൾ 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 സിനിമ വിജയിക്കും, 3 സിനിമ പരാജയപ്പെടും. വീണ്ടും നമ്മളൊരു അവസാനം ഇതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ. മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്രയോ സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പോയിക്കൊണ്ടിട്ടേ ഇരിക്കും, നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിട്ടേ ഇരിക്കും. കഥ നിൽക്കത്തില്ല എന്ന് എന്റെ പൈസയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. അതെന്റെ ലക്ഷ്യമാണ്.
അതിപ്പം ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കുക, ഇപ്പൊ അസോസിയേഷൻ മെമ്പറായിട്ടല്ല പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചിരിക്കും. അപ്പം ഓരോ മാസം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ, ശരിക്കും പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ലല്ലോ. എന്റെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വരുമല്ലോ, എല്ലാവരുടെയും സിനിമകളിലും വരുമല്ലോ. അതൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം കേരളത്തിലെ മാത്രം കണക്കുകളാണ് വിളിക്കുന്നത്. പ്രൊഡ്യൂസർക്ക് പക്ഷെ ലാഭം ഉണ്ടാകുന്ന അല്ല, ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ പുറത്തുനിന്ന് ഇൻവെസ്റ്റ് കുറെ പേര് ഇങ്ങനെ വാർത്തകൾ വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് സിനിമയിലേക്ക് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവർ ഒരു ബാക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തിരിച്ച് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രവണത മലയാള സിനിമ വളരുന്ന ആ ഒരു സ്റ്റേജിൽ തളർത്തുന്ന പോലെ. അല്ല, ഞാൻ ആക്ച്വലി പ്രിൻസാൻ ഫാമിലിയുടെ പ്രസ് മീറ്റിലാണ് ഇത്. പക്ഷെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നത് അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അപ്പൊ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷററാണ്. എനിക്ക് ചിലപ്പം ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ ഒരു വിയോജിപ്പുള്ള ഒരാളായിരിക്കാം. പക്ഷെ എന്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല. 21 പേരും സെലക്ടഡ് ആണ്. അപ്പൊ ആ 21 പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള, അല്ലെ, ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്കൊരു കോമൺ ആയിട്ടൊരു തീരുമാനമുള്ളൂ. എവിടെ ഏത് അസോസിയേഷൻ ആണെങ്കിലും പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരുപക്ഷെ അത് ചിലപ്പോ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വരും മാസം പോലെ അത് ചിലപ്പോ നിർത്തിയേക്കാം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റിന് ഇങ്ങനെയാണല്ലോ, ഇനി നേരെ വേറൊരു അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് വരാനുള്ളത്. അപ്പൊ പറയും നിങ്ങളുടെ ഇടയിലുള്ള ലിസ്റ്റിൻഷിപ്പിന് ഇങ്ങനെയാണല്ലോ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് പണി തന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ ധ്യാനിട്ട് കൊടുക്കും. പെട്രോൾ അടിക്കണം കേട്ടോ, പോയിക്കോട്ടെ. മുടി ഇങ്ങനെ പോവല്ലേ ബൈക്കില്. താങ്ക് യു. നമ്മൾ അടുത്ത 2-3 ചോദ്യത്തില് വൈൻഡപ്പ് ചെയ്യുന്നതായിരുന്നു. വലിയൊരു വേറൊരു കഥാപാത്രം ചെയ്യാൻ അതെങ്ങനെയാണ്? ഓണസ്റ്റ്ലി ഈ പടത്തിന് എന്നോട് ഷാരിസ് ചേട്ടനാണെങ്കിലും യൂട്യൂബറാണെന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കല്ലോ. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെതായ രീതിക്കാണ് ചെയ്തത്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങുന്നത് പോലും എനിക്ക് അറിയില്ല. ജസ്റ്റ് പുട്ടിങ് ദ വീഡിയോസ് അത്രേ അറിയുള്ളൂ. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും സിനിമ കഥാപാത്രം അവതരിപ്പിക്കുന്നതും നൃത്തത്തിൽ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഓൾ അബൌട്ട് ലൈക്ക് നമ്മൾ എങ്ങനെ ആ എനർജി ക്യാരി ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു പവറും എനർജി ആ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ തോന്നിയിട്ടുണ്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് എനിക്കിത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മുടെ ഒരു ഫിസിക്കൽ ഫോം വെച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ എനർജി ഹോൾഡ് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. സോ എനിക്ക് പേഴ്സണലി ഇതിനൊരു റെഫറൻസ് ഇല്ലാണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് എങ്ങനെയാണോ എനിക്ക് റൈറ്ററും ഡയറക്ടറും എങ്ങനെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ഈ കഥാപാത്രം വേണ്ടത്, എത്ര മീറ്ററിലാണ് ഇതിന്റെ എനർജി ക്യാരി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അത് ഞാൻ ഡെലിവർ ചെയ്തു. ആൻഡ് ദേ ആർ ആക്ച്വലി എവറി സെക്കൻഡ് ഓഫ് എനിക്ക് 99% ഓഫ് എവറി ഷോട്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ 1 to 2 ഷോട്ട്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ആക്ച്വലി ഹാപ്പി അത് പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ. ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി. ഇത് എനിക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും സെറ്റിൽ തന്നെ തൃപ്തി കിട്ടിയെങ്കിലും ഇത് ഓഡിയൻസ് സൈഡിലേക്ക് വന്നപ്പോൾ ഓഡിയൻസ് സൈഡിൽ നിന്നുള്ള റിസപ്ഷൻ കണ്ടപ്പോൾ ഐ ഫീൽ മോർ ഗുഡ്. ബിക്കോസ് എല്ലാവർക്കും അത് ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനാണ്. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ജനങ്ങളിലേക്ക് എടുത്ത് ഇടുമ്പോൾ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. പക്ഷെ ഇതിനൊരു പോസിറ്റീവ്, അതായത് ഇത്രയും ഡെട്രിമെന്റലി ഒരു മൊത്തത്തിലൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഏറ്റെടുത്തത്. സോ ഇറ്റ് ഈസ് എ കോമൺലി ജനങ്ങളുടെ അഭിപ്രായമാണ്. ദേ ആർ ആക്ച്വലി ലൈക്കിംഗ് ദിസ് ബിക്കോസ് ദിസ് ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ പടമായിട്ട് ചെയ്ത് പുറത്ത് വന്നിട്ട് ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഇനി ഒരിക്കലും ഈ പടം കണ്ട ശേഷം എനിക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ഇനി ഒരിക്കലും അലീസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു റീൽ ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യില്ല.
ബിക്കോസ് എൻ്റെ തോട്ട് പ്രോസസ് അതിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമന്റെ വിജയം തന്നെയാണ്. സോ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ. അത് ഇതിന്റെ പാർട്ട് ഓഫ് ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് കാണിക്കാൻ എൻ്റെ ഈ ഒരു ഫിസിക്കൽ ഫോമും എനർജിയും വെച്ച് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു. ലാസ്റ്റ് 2 questions ആണ്. അതായത് ഇപ്പം അടുത്ത സിനിമ ഇറങ്ങാൻ പോകണത് ചേട്ടന്റെ സിനിമ ഇറങ്ങാൻ പോകണം. അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ 2.0 എന്നാണ്. അപ്പൊ ഇനിയും തൊട്ട് ധ്യാന്റെ ഹിറ്റ് പടം മാത്രം പ്രതീക്ഷ മതി. എല്ലാം പ്രതീക്ഷിച്ചു. അത് ഓ ഓ അല്ല, അത് അതിന്റെ പ്രസ് മീറ്റ് ഉണ്ട് അടുത്ത ഇത് വരുന്ന 2 ദിവസം 23 റിലീസ്. അപ്പൊ പറയാം നിർത്താം. ജോൺ ചെന്നോട് തിരക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ധ്യാന്റെ ഡയറക്ഷനിലെ ദിലീപേട്ടൻ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു ചിത്രം വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. ശരിയാണോ? ആ ശരി. നമുക്ക് പതുക്കെ വായിച്ച് ഇല്ലില്ല. ഇല്ല, അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അങ്ങനെയുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ 67 വയസ്സുള്ള കേശുവിനെയാണ് വേറൊരാളായിട്ട് ചെയ്തത്, പെർഫോം ചെയ്തത്. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ തലമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത്. പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ, അവരുടെ സെന്റിമെന്റ്സ് എങ്ങനെയായിരിക്കും, അവരുടെ തമാശകൾ. അത് നമ്മളൊരു കഥാപാത്രമായി മാറി കഴിയുമ്പോഴാണ് നമുക്ക് 1-2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത്. അപ്പൊ അത് ദിവസവും പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു എനർജിയാണ്. അയാളെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകര് അത് ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കണ്ടായിരുന്നു, ഡിഫറെന്റ് സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് 10-13 ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആ രൂപത്തിൽ വരും. നമുക്ക് വൈകിട്ട് അതേതാ ഈ 3 വാക്ക്? ഒരുപാട് വാക്കുണ്ടല്ലോ ഇതിൽ. 3 വാചകങ്ങളിലൂടെ അല്ല, അതുപോലെ പണ്ട് ഒരു 2-3 വാചകത്തിൽ നിന്ന് ഉണ്ടായതെന്ന് പറഞ്ഞില്ല. ഒരാളുടെ അപ്പനെ ബസ് ഇടിക്കുന്നു, ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാകുന്നു, അവസാനം മുതലാളി കോംപ്രമൈസ് ബസ് കൊടുക്കുന്നു, ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി, മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാകുന്നു എന്നുള്ളതാണ് പറക്കന്തലികയുടെ വാചകം. അപ്പൊ അങ്ങനെ അതുപോലെ മീശോന്ന് തുടങ്ങുന്ന സമയത്ത് ഒറ്റ വാചകമേ ഉള്ളൂ, കള്ളൻ പോലീസിനെ പിടിച്ച്. അതിൽ നിന്നാണ് മീശമാധവൻ ഉണ്ടാവുന്നത് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. പത്രസമ്മേളനം തീരാറായി. എനിക്കൊരു പോകേണ്ട കാര്യമുണ്ട്. കാരണം അവിടെ ചിലപ്പോൾ വൈഫ് ചോദിക്കും, ചോദ്യം എല്ലാം കിട്ടിയോ? വേറെ അങ്ങോട്ട് നിങ്ങൾ ചോദിക്കാതൊന്നും വരും, എനിക്ക് മനസ്സിലായി. ഹോസ്പിറ്റൽ മോള് പറഞ്ഞോ. അല്ല, ഇപ്പൊ മലയാള സിനിമയിൽ ഇവിടെ തന്നെ മലയാള സിനിമയിലെ ഇപ്പൊ അച്ഛൻ കഥാപാത്രം വന്ന ഓഡിയോ ലോഞ്ചിൽ പറയുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ കഥാപാത്രം ചെയ്തിപ്പോ ഞാനും സിദ്ദിഖ് ഇപ്പൊ നിങ്ങളുടെ ഒരു മത്സരം പോലെയാണ്. ഒരു വൈബ് തന്ന എന്ന ലെവലിലോട്ട് ഇപ്പോ സെന്റിമെന്റ് ഇമോഷണലൊക്കെ മാറിയിട്ട് നല്ല വൈബായിട്ട് അച്ഛന്മാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് മലയാള സിനിമയിൽ മലയാളികൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും മത്സരം പോലെയാണ് നിങ്ങൾ തമ്മിൽ. ഞാനോ ആരുമായിട്ട് പുള്ളി സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ ലീഗ് കളിക്കുന്ന ഒരു ചെറിയ അമ്മയാണ്. അപ്പൊ എന്റെ വഴിക്ക് വിടുന്നു ഞാൻ. പിന്നെ ഈ സിനിമ ഞാൻ പറയാം, ഇവിടെ പത്രസമ്മേളനം എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഉത്തരത്തിന്റെ ലെങ്ത് കൂടിയതായിട്ട് എനിക്ക് തോന്നി.
ഉത്തരം കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് കുറെ കൂടെ ചോദ്യങ്ങൾ നമുക്ക് പറയാമെന്ന് തോന്നി. കാരണം പക്ഷെ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സിനിമ അതന്നെ പിന്നെ ഞങ്ങളുടെയൊക്കെ കഴിയണം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇത് സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു പ്രസ് മീറ്റാണ്. നമ്മൾ സാധാരണ പടത്തിന് മുമ്പ് പ്രസ് മീറ്റ് വെക്കും. അപ്പോൾ ഇത് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട്. കാരണം ഈ സിനിമ വിജയിച്ചിട്ട് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്ന ദൈവം സിനിമ ഓടിയത് സന്തോഷം. പ്രത്യേകിച്ച് ധ്യാനമായിട്ടൊരു വേദി പങ്കിടാനും അദ്ദേഹത്തിന് ഹിറ്റ് കൊടുക്കാനും സാധിച്ചല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഉത്തരം കഴിഞ്ഞ് പോവുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി നമുക്ക് എന്റെ കഥ അത് റിജക്ട് ചെയ്തു പോയി. താങ്ക് യു. അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് സക്സസ് ആക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രിൻസ് ആൻഡ് ഫാമിലി കാണാത്ത പ്രേക്ഷകർ എല്ലാവരും ചിത്രം കാണുക. ദിലീപേട്ടന്റെ 150ാമത്തെ ചിത്രം. അതല്ല, ഞാൻ എന്തോ ഇവിടെ സാറ് പറയാൻ നിൽക്കുമായിരുന്നു. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഇത്രയും സിനിമ നിർമ്മിച്ച ഒരാളാണ്. അല്ല, വീണ്ടും ഒന്നുകൂടെ പറയാണ്, ഞാന് അതായത് 150 രൂപ അല്ലെ 200 രൂപ എടുത്ത് ടിക്കറ്റ് കാണുന്ന ഒരാൾക്ക് ഏത് സിനിമയും വിമർശിക്കാം. അതിന്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഒരാൾക്കിട്ട് മാത്രം അല്ലെ 2 പേർക്കിട്ടോ 3 പേർക്കിട്ടോ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേരെയാണ് വിഷമത്തിലാക്കുന്നത്. ഒരുപാട് എല്ലാ സിനിമകളും എഫോർട്ടുകളും ഉണ്ട്. പക്ഷെ നമ്മളെ ഒരു 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 മാസീവ് അറ്റാക്ക് എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മളെന്താണ് 5 പേര് എറിഞ്ഞോട്ടെ, 10 പേര് അല്ലെ 100 പേര് ഇപ്പറേ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, 100 രൂപയ്ക്ക് അല്ലെ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ആള് നമ്മുടെ സിനിമയുടെ ടോട്ടൽ കഥ പറയുകയാണ്, കഥാപാത്രങ്ങളെ എണ്ണി പറയുകയാണ്, നശിപ്പിക്കുകയാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, പേരെടുത്ത് ഒന്നും പറയുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, അത് നശിപ്പിക്കുകയാണ്. അതിന്റെ ഇൻകം കിട്ടുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ അതിന്റെ പേരെടുത്തെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എത്ര നേരമാണ് അയച്ചത്. നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ റീച്ച് പോയി ആദ്യം 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 5 ലക്ഷം പേര് കാണുന്ന അല്ലെ 8 ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോയിനെ ചിലപ്പോൾ ഒരു 10,000 പേരെ സ്വാധീനിക്കാൻ പറ്റും, 20,000 പേരെ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴോ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ അതും വീണ്ടും ഒരു ടോക്കായിട്ട് വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഒരു സിനിമയുടെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങളിലുള്ളവർ തന്നെ വേറെ രീതിയിൽ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം ഇഷ്ടപ്പെടാത്ത, ഒരു പോയിന്റ് പോലും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അറിയാം, എന്തോ ചിരിച്ചുകൊണ്ടിട്ടിരിക്കും. അപ്പൊ അവരെല്ലാം പട്ടന്മാർ, അവരെല്ലാം കൊള്ളത്തില്ലാത്തവർ, അല്ല അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത്. അത് മാത്രമാണ് ഇത്രയും സിനിമ നിർമ്മിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അഭിപ്രായങ്ങൾ പറയാം, 100% വിമർശിക്കാം, നോ ഇഷ്യൂസ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മളൊക്കെ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം വരുമ്പോ ഞങ്ങളും അതിന്റെ ഒരു എൻജോയ്മെന്റിൽ കൂടെ കടന്നു പോക്കോട്ടെ. അതിനെ ഞങ്ങള് തകർക്കരുത്. ചെറിയ കുറച്ച് ആൾക്കാർ ചേർന്ന് തകർക്കരുത്. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു അപേക്ഷയാണ്. സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു പുതിയൊരു ഡയറക്ടർ, ഒരു അഭിലാഷാണ് സിനിമ, ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു റൈറ്റർ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയെ വർക്ക് ചെയ്തവര് എല്ലാം. അപ്പൊ നമ്മുടെ സിനിമ കണ്ടിട്ട് അതിനെ വിമർശിച്ചിട്ട് അതിന്റെ റവന്യൂ ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ ഈ ചെറിയ യൂട്യൂബ് നടത്തുന്നവരുണ്ടല്ലോ, അതിനൊരു ഇൻകം ഉണ്ട് അല്ലെ? ആ ഇൻകം ആർക്കാ കിട്ടുന്നത്? അതേ ഉള്ളൂ നമ്മുടെ പ്രശ്നമുള്ളൂ. നമ്മുടെ സിനിമയെ വിമർശിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുക, അതൊരു തെറ്റായ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ. താങ്ക് യു. ഇല്ല, ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ക്യാമറയുടെ പിന്നിലും മുന്നിലും നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയായാലും മീഡിയയുടെ വേറെ വേർഷനാണ് സിനിമ. എല്ലാം സ്ക്രീനിൽ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്യുന്ന ജോലി. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കാതെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ മീഡിയ. അത് സിനിമ, അത് TV ഉണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്രയും സജീവമാണ്. അവിടെ എല്ലാവരും പണ്ട് സിനിമയിലാണ് അല്ലെങ്കിൽ നാടകത്തിലാണ് നമ്മൾ കലാകാരനെയും കലാകാരികളെയൊക്കെ നേരിട്ട് കാണുന്നത്. ഇന്ന് നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ്, കലാകാരികളാണ്, നിങ്ങൾ ടെക്നീഷ്യൻസാണ്.
നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം, നിങ്ങൾക്ക് സംവിധാനം അറിയാം, നിങ്ങൾക്ക് ക്യാമറ വർക്ക് ചെയ്യാൻ അറിയാം, നിങ്ങൾ തന്നെ റീലുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പല റീലുകൾ കാണുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പല ആളുകളും ചെയ്യുന്നത്. വീട്ടമ്മമാര് ചെയ്യുന്നുണ്ട്, വെറുതെ റോഡിൽ നടക്കുന്ന ആൾക്കാർ വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ടാലന്റഡ് ആണ്, പക്ഷെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഉണ്ട്, മര്യാദ, ബഹുമാനം. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുക്കളല്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജനങ്ങളിലേക്ക് നന്മ പകരുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അത് കിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കണോ? തരൂലോ അല്ലേ? താങ്ക് യു വെരി മച്ച്. ഇതോടുകൂടി നമ്മൾ